Why should the child learn a story by heart? There be a recitation competition in schools. Parents and mothers guilt വരുന്നു. It is the most important thing the mother should avoid. Nutritionally inappropriate food. Burger, exactly. Pizzas. Carbonated, caffeinated foods. Means coffee, tea. 2 വയസ്സ് വരെ no screen time. No screen time. Zero screen time. To make the child happy, you give something. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഈ സാധനം മേടിച്ചു. ദാറ്റ് ഇസ് എ സെക്കൻഡ് തെറ്റ്. 2 വയസ്സ് വരയ്ക്കുള്ള ഒരു കുട്ടികളുടെ ഞാൻ പറയുന്നത് അത് സ്പീച്ച് ഫുള്ളായി വന്നിട്ടില്ല. ഇതെല്ലാം ഇല്ലാത്തത് ഒരു ഡിഫക്റ്റാണ്. ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ്. വളരെ ഫേമസ് ആയിട്ടുള്ള സേയിങ് ആണിത്. പക്ഷെ അങ്ങനെ പലപ്പോഴും ഒരു വില്ലേജ് ഉണ്ടാവാറില്ല നമ്മുടെ കുട്ടികളെ നോക്കാനായിട്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? അതുകൊണ്ട് തന്നെ അതോടൊപ്പം വരുന്നതാണ് ഈ ആൻസൈറ്റി, സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ. ഇതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ മേലെടുക്കും. പാരൻറ്റിങ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആവും. എന്നാൽ ഈ സ്ട്രെസ് കുറയ്ക്കാൻ പാരൻറ്റിങ്ങിൻ്റെ ABCD പഠിപ്പിക്കാനായിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പീഡിയാട്രിഷ്യൻ, നിയോനാറ്റോളജിസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. മദർ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ അജിത മേനൻ. She has more than 31 years of experience in pediatrics. So let's hear from her how to take care of a child. So parents are generally bangara worried. So do you think one of the main karanam is because of this too much of guidelines like സിനിമയിലും ഇൻസ്റ്റഗ്രാമിലും ഒരുപാട് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും. എല്ലാവരുടെയും ഇപ്പോൾ പ്രോട്ടോകോൾ വേൾഡ് ആണ്. ഐ ഓൾവേസ് ടെൽ ഇറ്റ്സ് എ പ്രോട്ടോകോൾ വേൾഡ്. എല്ലാറ്റിനും പ്രോട്ടോകോളാണ്. എവറിഥിങ് ഫ്രം A to Z ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അപ്പോൾ ആ പ്രോട്ടോകോൾ വെച്ച് ഗൈഡ് ലൈൻസ് വെച്ച് പോവുകയാണെങ്കിൽ യു ആർ കമ്പ്യൂട്ടർ. സോ ഇഫ് യു നമ്മളൊരു പ്രോട്ടോകോൾ വെച്ച് പോവുകയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യണ പോലെ കമ്പ്യൂട്ടറിനോട് ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് 100% ചെയ്യുന്നത്. നമ്മൾ കമ്പ്യൂട്ടേഴ്സ് അല്ല, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. ആ ഹ്യൂമൻ ബീയിങ്സും ആ ഹ്യൂമൻനെസ്സും നമ്മുടെ പ്രിസർവ് ചെയ്യാനാണ് ഇനിയുള്ള തലമുറയ്ക്ക് ഒരു ഡ്യൂട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. സോ ഒരു ചെറിയ കാര്യങ്ങൾ വെച്ചാൽ കുറേ കാര്യങ്ങൾ നമ്മൾ താനെ ഓട്ടോമാറ്റിക് ആയിട്ട് പണ്ട് ചെയ്തിരുന്നത് ഇപ്പൊ പഠിപ്പിച്ച് ചെയ്യിപ്പിക്കേണ്ടി വരുന്നു. അതാണ് അതിൻ്റെ. ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പോൾ നമുക്ക് വീട്ടിലൊരു ലേഡിക്ക് ഒരു കുട്ടി ഉണ്ടായിന്ന് വെച്ചോളൂ. സ്റ്റാർട്ടിങ് ഫ്രം മുലയൂട്ടൽ, ദാറ്റ് ഇസ് ബ്രസ്റ്റ് ഫീഡിങ്, ABCD വെച്ച് അവരെ പഠിപ്പിക്കേണ്ടി വരുന്നു. വേറെസ് വീടുകളിൽ പണ്ട് അമ്മമാരോ മുത്തശ്ശിമാരോ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അത് ചെയ്യുമ്പോഴും ഇപ്പോഴും ചിലവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കുട്ടികൾ, ഈ പറഞ്ഞ മദേഴ്സ്, അവർക്കത് സാറ്റിസ്ഫൈഡ് അല്ല, അവർക്കത് ശരിയല്ല. എൻ്റെ അമ്മ പറയണ രീതി ശരിയല്ല. അല്ലെങ്കിൽ ബിക്കോസ് അവർ ഓൾറെഡി ഗൂഗിൾ ചെയ്തിട്ടുണ്ടാവും, കുറെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പം അമ്മ പറയുന്നത് തെറ്റി, ഇനി ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സോ എല്ലാവരും കറക്റ്റായിട്ട് പഠിപ്പിച്ച് തരണം, അതനുസരിച്ച് കറക്റ്റായിട്ട് ഞാൻ ചെയ്യണം എന്ന്. അപ്പോൾ സ്ട്രെസ് കൂടി. അതെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മെന്റൽ സ്ട്രെസ് കൂടി. എൻ്റെ മാം ഇതിന് ജസ്റ്റ് ആഡ് ഓൺ ചെയ്യാനാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഷീ പ്രസവിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 മാസമൊക്കെ ആയിട്ടുള്ള കുട്ടി. കുട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ ആൾ കാൽക്കുലേറ്റ് എത്ര എമൗണ്ടാണ് കുട്ടി പാൽ കുടിക്കുന്നത് ഷീസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഞാനാണെങ്കിൽ എന്തിനാ എനിക്ക് അറിയണം അത്ര പാല് കുട്ടി കുടിക്കുന്നുണ്ടോ ഇല്ലേ, കുറവുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഗോ ടു ദി ഡോക്ടർ. എന്നിട്ട് എനിക്ക് പാൽ കൂട്ടാൻ ഞാൻ മെത്തേഡ്സ് എന്താണെന്ന് ഞാനിങ്ങനെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കുകയാണ്. ലൈക്ക് ഷീ ഹാസ് എ ഡയറി. കുറേ പേര് അവർക്ക് ഇതന്നെയാണ് ഡൗട്ട്. കറക്റ്റ് എത്ര പാല് ഈ കുട്ടി കുടിക്കുന്നുണ്ട്, ആ കുട്ടിക്ക് ആവശ്യമുള്ള പാല് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അതിനെ നമ്മൾ വി ആർ സപ്പോസ് ടു വാലിഡേറ്റ് ഇറ്റ്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത്ര വരുന്നുണ്ടെന്ന്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു വാലിഡേറ്റ് ലൈക്ക് ദാറ്റ്. നമുക്കുള്ള ഗൈഡ് ലൈൻ ഒരു നമ്മുടെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 1 വീക്ക് കഴിഞ്ഞ് കുട്ടിയുടെ വെയിറ്റ് നോക്കും. കുട്ടിക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ, കുട്ടി കറക്റ്റായിട്ട് ഒരു 6 to 7 ടൈംസ് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കുറച്ച് നേരമെങ്കിലും കംഫർട്ടബിളായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ, അതൊക്കെയാണ് ഇൻഡയറക്റ്റ്ലി ആ കുട്ടിക്ക് പാല് കിട്ടുന്നുണ്ടെന്ന് പറയാൻ. പക്ഷെ അങ്ങനെയല്ല, അമ്മമാർക്ക് ഇപ്പം അങ്ങനെയല്ല. കറക്റ്റ് എമൗണ്ട് എത്രയാണ് കിട്ടണേ, മറ്റേ ലേഡി കൊടുക്കണേൻ്റെ അത്രയും തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പിഴിഞ്ഞു നോക്കും. പിഴിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കുട്ടി വലിക്കുന്ന പോലെ കിട്ടില്ല. അപ്പോൾ ഇത്രേ കിട്ടുള്ളൂ. അപ്പോൾ ദിസ് ഈസ് നോട്ട് ഇനഫ്. സോ യു ആർ ആഡിങ് ടു യുവർ ഓൺ ടെൻഷൻ ടു ബി എ പെർഫെക്ഷനിസ്റ്റ്. യു ഡോണ്ട് ഹാവ് ടു ബി എ പെർഫെക്ഷനിസ്റ്റ്. ഇറ്റ് ഈസ് ഓൺലി ദ ഇഫക്റ്റ് വിച്ച് ഷുഡ് ബി പെർഫെക്റ്റ്. യു നീഡ് നോട്ട് പെർഫോം പെർഫെക്റ്റ്ലി.
the effect could be perfect. I'll give you an example. Suppose you are a mother who is cooking food at home and giving home food, and you're making food your normal way. You're not educated, and you have a child. That child is having proper weight, proper height for the age, and proper development for the age. Now take another mother who is very educated and who is giving food perfectly. ഇതുപോലെ ഈ പറഞ്ഞ പോലെ ബ്രോക്കോലി and this and that ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. And that child is also normal weight, normal height, normal development. Which mother would be more happy? The mother who is giving food on her own. Right? That mother will have less stress. Both are perfect. രണ്ടുപേരുടെയും കുട്ടികൾ നോർമൽ ആണ്. അപ്പോൾ you don't have to correct both of them. But this mother is doing it at the cost of her own psychological well-being. Who is doing the perfect method. So it is not the method which is to be perfect. It is the effect which has to be perfect. That is all. If you are getting a proper baby, whether you stood on your head, you stood on your feet, you stood on your hand, doesn't matter. Guidelines is to help those who don't achieve that. So if you are doing home food and the baby is not growing, then correct it. That is all. You don't have to have a system which is perfect. Just make the corrections in the system. That is, then only you can avoid stress. Now, I'll give you a simple example. Suppose you have a child who is 4 months old in your house. What are you supposed to do at 4 to 6 months? 4 to 6 months breast milk കൊടുക്കുക. ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക. വേറെ ഒന്നുമല്ല, വെരി ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ ഇൻട്രാക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ കുട്ടിയുടെ മനസ്സ് സന്തോഷിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. വാട്ട് ഡു വി ഡു? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുട്ടിയോട് നോക്കിച്ചിരിക്കും. നമ്മൾ അങ്ങോട്ട് നോക്കി, നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ 10-12 പ്രാവശ്യം കുട്ടിയുടെ അടുത്ത് പോയി കുട്ടിയെ നോക്കി ചിരിക്കുക, കളിപ്പിക്കുക. അപ്പോൾ കുട്ടി തിരിച്ച് ചിരിക്കാൻ പഠിക്കും. It is not social smile, it is a smile in response to your smile. നിങ്ങൾ ചിരിക്കുമ്പോഴേ കുട്ടി നിങ്ങളോട് ചിരിക്കുന്നു. Okay. 4 to 6 months വരെ you keep on going to the baby. കുട്ടിയുടെ അടുത്ത് പോയി കിടക്കണം എന്നില്ല. You do your work, പക്ഷേ ഇടയ്ക്ക് പോയി ചിരിക്കുക. നമ്പർ 1. സെക്കൻഡ്, ബുക്സ് റീഡ് ചെയ്യുക. കഥ റീഡ് ചെയ്ത് കൊടുക്കുക. 4 മാസം തൊട്ട് 6 മാസം വരയ്ക്കുള്ള സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ മദർ ടങ്ങിൽ, നിങ്ങളിപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്ന വെച്ചാൽ മലയാളം ബുക്കിൽ ഒരു കഥ വായിക്കുക. ആ കുട്ടിക്ക് വേണമെങ്കിൽ ചിത്രങ്ങൾ ബുക്കിൽ നിന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് വായിച്ചുകൊണ്ടിരിക്കുക, ഡെയിലി വായിച്ചുകൊണ്ടിരിക്കുക. അവർ സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്, ഈ കുട്ടികൾക്ക് ഈ ടൈപ്പ് വായന നേരത്തെ കേട്ട് വളർന്ന കുട്ടികൾക്ക് 4 years ആകുമ്പോൾ ഭയങ്കര വൊക്കാബുലറിയാണ്. Their word power is very good. എൻ്റെ മക്കളുടെ കാര്യം തീരുമാനമായി, കാരണം ഞാൻ വായിച്ചു കൊടുത്തിട്ടില്ല. അല്ല, അങ്ങനെയല്ല. ദാറ്റ് ഈസ് വാട്ട് ഐ സെഡ്. ചെയ്താൽ കിട്ടും എന്നേ ഉള്ളൂ, ചെയ്തില്ലെങ്കിൽ കിട്ടില്ല എന്നില്ല. ദാറ്റ് ഈസ് വൈ ഐ സെഡ് യു ഗോ ദ പെർഫെക്റ്റ് മാനർ. ബ്രോക്കോളി ബിക്കോളി ഒക്കെ കൊടുത്തില്ലെങ്കിലും യുവർ ബേബി മേ ബി നോർമൽ ഇൻ ഹൈറ്റ്, വെയിറ്റ്, എവറിഥിങ്. കൊടുത്താലും മേ ബി നോർമൽ. സോ the effect is important. As long as effect ശരിയാവണില്ലെങ്കിൽ അതിന് കറക്ഷൻ വേണ്ടു. അപ്പൊ കുട്ടി ഗ്രോ ചെയ്തില്ല, ഡെവലപ്മെന്റ് വന്നില്ലെങ്കിൽ യു ഹാവ് ടു കറക്റ്റ് ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദിസ് ഇസ് വൺ പോയിന്റ്. ഓക്കെ. സെക്കൻഡ്, നമ്മളിപ്പോൾ ഒരു 6 മാസമായി കഴിഞ്ഞാൽ യു ആർ സപ്പോസ് ടു ചില കാര്യങ്ങൾ ഇത് പഠിപ്പിക്കാണ്ട് തന്നെ പണ്ട് കാലത്ത് ചെയ്തിരുന്നത്. നമ്മൾ പീക്കബോ കളിക്കും. 6 months ആകുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക? ഒളിച്ചു കണ്ടു. ഒളിച്ചു കണ്ടു എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരും ചെയ്യും അത്. അമ്മ മാത്രമല്ല, ചിലപ്പോൾ അമ്മൂമ്മ, ആൻറ്റി അവിടെ ഒളിച്ചു കണ്ടു കളിക്കുക. അപ്പോൾ ഒരു സാധനം വെച്ചിട്ട് കുറേ ആൾക്കാർ ആ ഒളിച്ചു കണ്ടു പീക്കബോ കളിച്ചു തുടങ്ങും. അപ്പോൾ ദ ചൈൽഡ് ലേൺസ് ഐ കോണ്ടാക്ട്. വരുന്ന ആളെവിടെയാ തപ്പാനും സോഷ്യലി ഇൻട്രാക്ട് ചെയ്യാനും. അപ്പോൾ അങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഈ ടൈപ്പ് കുട്ടികൾ കുറേ സംസാരങ്ങളും കുറേ വേർഡ്സും എക്സ്പോസ് ചെയ്തതാണെങ്കിൽ ഒരു 8 മാസം ആകുമ്പോഴേക്ക് ഒരു വേർഡ്, അർത്ഥമുള്ള ഒരു വേർഡ്. പക്ഷെ 8 മാസം തൊട്ട് 14 മാസം വരെ റേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പൊ എന്റെ കുട്ടി 8 മാസത്തിൽ സംസാരിച്ചു, മറ്റേയാളുടെ കുട്ടി 14 മാസത്തിൽ സംസാരിച്ചു. 2 കുട്ടികളും നോർമലാ. there is no harm. One word of meaning. ഇപ്പൊ ചിലപ്പോൾ ടാറ്റാന്നായിരിക്കും, ചിലപ്പോൾ അമ്മാന്നായിരിക്കും, ചിലപ്പോൾ അച്ഛാന്നായിരിക്കും. പക്ഷെ ഒരു വേർഡ് മീനിങ് ഫുൾ ആ ഒരു 8 to 14 months വരണം. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. വന്നില്ലെങ്കിൽ നിങ്ങൾ കറക്ഷന് പോകണം. ഇഫ് ദിസ് ഹാസ് നോട്ട് കം, ദ ബേബി ഈസ് നോട്ട് പ്ലേയിങ് പീക്കബോ,
ദ ബേബി ഈസ് നോട്ട് ഗിവിങ് യു സ്മൈൽ, നമ്മളെ നോക്കി ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, അത് വരുന്നില്ലെങ്കിൽ അത് കറക്ഷന് പോകണം. യു ഹാവ് ടു മീറ്റ് സംബഡി. ടൈം പീരീഡ് ലൈക്ക് വെൻ ഇപ്പോൾ കുട്ടി എത്ര നാള് പാരന്റ് നോക്കി, ചെറിയ കുഞ്ഞുങ്ങൾ ലൈക്ക് ഒരു 2 months കുഞ്ഞുങ്ങൾ നോക്കി തിരിച്ച് ചിരിക്കുന്നില്ല. 6 1.5 months ആവണ കുട്ടി നമ്മളെ നോക്കി ചിരിക്കും. നിങ്ങൾക്ക് 60 ദിവസം വരെ വെയിറ്റ് ചെയ്യാം. 60 days ആവുമ്പോഴേക്ക് യൂഷ്വലി ടേം ബേബി ട്ടോ, അതിൽ ചെറിയ വേരിയേഷൻ, ഇതിൽ നേരത്തെ പ്രസവിച്ച പ്രീമച്വർ കുട്ടിയാണെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും. പക്ഷെ അതർവൈസ് ഒരു 60 days ആവുമ്പോഴേക്ക് ആ കുട്ടി നമ്മളെ നോക്കി, അവർക്ക് ജനിക്കുമ്പോഴേ കേൾവി ഉണ്ട്, പക്ഷേ അത് മനസ്സിലാക്കി കേൾക്കാൻ 4 months ആവും. അതാണ് നമ്മൾ 4 to 6 months റീഡിങ് ചെയ്യാൻ പറയുന്നത്. അപ്പം ഇതൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഡോണ്ട് ഡിലേ ഇറ്റ്, നിങ്ങൾ പോയി കാണിക്കൂ. ഹൂവർ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ ആരെയും കാണിച്ച് അതിലെന്താണ് റെമഡി മേ നോട്ട് ബി ഡ്രഗ്സ്, മെഡിസിൻസ് ആവണം എന്നില്ല. ദെൻ മേ ബി ഡിഫറെൻറ്റ് ടെക്നിക്സ് ആ കുട്ടീനെ ഇൻസൈറ്റ് ചെയ്യാനും ആ കുട്ടീനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും. എവറി കിഡ് മൈറ്റ് ബി ഡിഫറെന്റ്. സ്ലോ ആയിരിക്കും. എക്സാക്ട്ലി. കുറച്ച് സ്ലോ ആണെങ്കിലും അത് നോർമൽ റേഞ്ചിൽ പെട്ട വി ആർ ഹാപ്പി. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ആ ഇഫക്റ്റ് മാത്രമേ നോർമൽ ആവണ്ടൂ. നിങ്ങൾ ചെയ്യുന്ന ടെക്നീക്ക് ചെറിയ വേരിയേഷൻ വന്നാലും ദർ ഇസ് നോ ഹാം. ഓക്കെ. ഇനിയിപ്പോൾ ഇതേ കുട്ടി വളർന്നു വന്നു, അതിലെന്താ നമ്മൾ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ 2 വയസ്സ് വരെ തീരെ ഡിജിറ്റൽ ആയിട്ട് കണക്ഷൻ വരരുത്. 2 വയസ്സ് വരെ നോ സ്ക്രീൻ ടൈം. ഓക്കെ. 0 സ്ക്രീൻ ടൈം. എന്റെ മാം മിക്കവാറും ചീത്ത പറഞ്ഞൊക്കെ കുറച്ചൊക്കെ കാട്ടുവെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ല, കഴിഞ്ഞത് കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് യു ക്യാൻ പാസ് ഓൺ ദിസ് ഇൻഫർമേഷൻ ടു അതർ മദേഴ്സ്. വേറെ ആൾക്കാരോട് നിങ്ങൾക്ക് അത് പറയാം. അത് കാരണമാണ് മാം ഇപ്പൊ കുട്ടികൾക്ക് ഈ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന എക്സാക്ട്ലി. ബിക്കോസ് നമ്മളുടെ സോഷ്യൽ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് 4 ഘട്ടമുണ്ട്. You have a social interaction, you have an emotional interaction, you have communication, and last is language. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ലാംഗ്വേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും സംസാരിക്കണം, കുട്ടി സംസാരിക്കണം, വാക്കുകൾ പറയണം, അതല്ല ഇമ്പോർട്ടൻറ്റ്. കുട്ടി മനസ്സിലാക്കണം. നമ്മളെ കണ്ടപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ ചിരിക്കുന്നു, നമ്മൾ ചിരിക്കുന്നില്ലെങ്കിൽ ചിരിക്കാതിരിക്കണോ. ഓക്കെ, ദാറ്റ് ഈസ് എ റെസ്പോൺസ്. ഇമോഷണൽ ഇൻട്രാക്ഷൻ, കരയുമ്പോൾ കരയാം, ഒരു വേദന വരുമ്പോൾ കരയാം, ഒരു ആവശ്യം വരുമ്പോൾ കരയാം, അത് ഒരു ഇമോഷനാണ്. അമ്മ മാറിപ്പോകുമ്പോൾ കരയാം, ദാറ്റ്സ് ആൻ ഇമോഷൻ. എൻ്റെ അമ്മയല്ല, ഇത് വേറെ ആളാണ്, അപ്പോൾ കരയാം. സ്ട്രേഞ്ചർ റിഗാർഡ്, അത് യൂഷ്വലി ഒരു 9 മാസം ആകുമ്പോഴേക്ക് പുതിയ ആൾക്കാർ ഫാമിലിയിൽ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഒരു 14 മാസം ആകുമ്പോഴേക്ക് ഭയങ്കരമായി മനസ്സിലാവും, ആകെ കരയും. 15 months ഒക്കെ ആകുമ്പോൾ ഡോക്ടറായാലും ആരായാലും എൻ്റെ അമ്മയല്ല, എൻ്റെ വീട്ടുകാരല്ലെങ്കിൽ അവർ ഭയങ്കരമായി കരയും. അപ്പോൾ ആ സ്ട്രേഞ്ചർ റിഗാർഡ് ആ സമയത്ത് അവർ. പിന്നെ അത് നല്ലൊരു കാര്യമാണ്. നല്ല കാര്യം, അത് വരണം. കുറെ അമ്മമാർക്ക് സന്തോഷമാവുന്നില്ല. ഗുഡ് തിങ്, റെസ്പോൺസ് ആണ് അത്. റെസ്പോൺസ്. വെൻ എ സ്ട്രേഞ്ചർ ഇസ് ദേർ, ഇത് എനിക്ക് അറിയാത്ത ആളാണ്, അതിന് കറിയാൻ അറിയണം. പിന്നെ 4ാമത്തെ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനും സ്പീച്ചും ഡിഫറെൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ മീൻസ് എനിക്ക് ആവശ്യമുള്ള കാര്യം എനിക്ക് അങ്ങോട്ട് അവതരിപ്പിക്കാൻ പറ്റണം. I need not speak. എനിക്കിപ്പോൾ ഐ വോണ്ട് ടു ഗോ ടു ദ കിച്ചൺ ആൻഡ് ഹാവ് വാട്ടർ. അപ്പം ഞാൻ അങ്ങോട്ട് പോയി വിരലുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു, എനിക്കിത് വേണം, അപ്പം ഞാൻ വെള്ളം എടുത്ത് കൊടുത്തു. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. ഇത് 2 way ആവണം. ദാറ്റ് മീൻസ് എനിക്കുള്ളത് മാത്രമല്ല, ഇപ്പം സംഗീതയ്ക്ക് വല്ലതും വേണമെങ്കിൽ സംഗീത എന്നോട് പറയുമ്പോൾ അത് ഞാൻ ഒബേ ചെയ്യണം. അണ്ടർസ്റ്റാൻഡ്? ഇപ്പം കുട്ടികളെങ്ങനെയാ വെച്ചാൽ ഒരു 2 വയസ്സ് വരയ്ക്കുള്ള ഒരു കുട്ടികളുടെ ഞാൻ പറയണം, അത് സ്പീച്ച് ഫുള്ളായി വന്നിട്ടില്ല. പക്ഷെ അമ്മ പറയണ, അവിടെ പോയിട്ട് എൻ്റെ പേന കിടക്കുന്നുണ്ട്, യു ഗോ ആൻഡ് ബ്രിങ് ദറ്റ് പേന. ദ ചൈൽഡ് ഷുഡ് ഗോ ആൻഡ് ബ്രിങ്. ഹി അണ്ടർസ്റ്റുഡ് ദ സെൻറ്റൻസ്. അവിടെ പേന കിടക്കുന്നുണ്ട്, ആ പേന. അവൻ ചിലപ്പോൾ വാക്ക് പേനാന്ന് ഉപയോഗിക്കുന്നുണ്ടാവില്ല, പക്ഷെ പറഞ്ഞത് മനസ്സിലായി ആൻഡ് പറഞ്ഞത് ഒബേ ചെയ്തു. ഇതെല്ലാം ഇല്ലാത്തത് ഒരു ഡിഫക്റ്റാണ്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ നന്നായിട്ട് അവതരിപ്പിക്കും. അവർക്ക് വെള്ളം വേണം, അവർക്ക് കാപ്പി വേണം, അവർക്ക് ചായ വേണം, വാട്ട് എവർ ദേ വാണ്ട്, വാട്ട് എവർ ഫുഡ് ദേ വാണ്ട്, എന്താ അവർക്ക് വേണ്ട വെച്ചാൽ അവർ കൈ ചൂണ്ടിയിട്ടോ ചിലപ്പോൾ വാക്കുകൾ ഉപയോഗിച്ചിട്ട് അവർ പറയും. പക്ഷേ നമ്മൾ പറയണ കാര്യം
അവർ റെസ്പോണ്ട് ചെയ്യില്ല, Why is that? ശ്രദ്ധിക്കില്ല. അതെന്ത് ദാറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് ഓട്ടിസം. Is it also autism or is it like ഒരു example of ADHD? It is not necessary. ADHD means you're not paying attention. വിളിച്ചു കേൾക്കുന്നുണ്ട്, പക്ഷേ അത് ശ്രദ്ധിക്കണില്ല. ദാറ്റ് ഈസ് ADHD. അത് ശ്രദ്ധ വരാത്തത് നിങ്ങളുടെ വേറെ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം. നിങ്ങൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയ കാരണം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അതാണ് ADHD. ഓട്ടിസം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഓട്ടിസം മീൻസ് അവർ സോഷ്യലി റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവരുടെ കാര്യത്തിന് ചിലപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യും, നമ്മുടെ കാര്യത്തിൽ അവർ ഇൻവോൾവ് ആവുന്നില്ല, നമ്മുടെ ഫാമിലി വേൾഡിലേക്ക് വരുന്നില്ല, അവർ വേറൊരു വേൾഡിലാണ്. അപ്പം ആ വേൾഡ് കുറേ കുട്ടികളുടെ വെർച്വൽ വേൾഡാണ്. മാം, ഐ ഡോണ്ട് നോ, ഐ ഫീൽ എ ലിറ്റിൽ ബിറ്റ് കോൺട്രഡിക്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും അങ്ങനെയല്ലേ? ചെറിയ കുട്ടികൾ ലൈക്ക് ദേ ആർ ഇൻ देयर ഓൺ വേൾഡ്, അവരുടെ ടോയ്സ് വെച്ചിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു 8 മാസം തൊട്ട് 14 മാസം ആകുമ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി ഇത് സ്ട്രേഞ്ചർ ആണെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി. ബാക്കിയൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഒരു 15 മാസം അല്ലെങ്കിൽ 1 വയസ്സും 2 വയസ്സിൻ്റെ ഇടയ്ക്ക് അവർ ഓരോ വേർഡ്സ് പിക്കപ്പ് ചെയ്യണം. ഒരു 2 വേർഡ്സ് മീനിങ് ഫുൾ 2 വയസ്സാകുമ്പോഴേക്ക് വന്നാലും നമുക്ക് നോർമലായിട്ട് വിടാം, പ്രൊവൈഡഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ മീൻസ് വീട്ടിൽ നടക്കണ കാര്യങ്ങൾ അറിയാം. അപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് സപ്പോസ് ഫാദർ ഈസ് ഗോയിങ് ഫോർ വർക്ക്, അപ്പോൾ അച്ഛൻ വർക്കിന് പോകുമ്പോൾ അച്ഛൻ്റെ പെട്ടി എടുത്തു, അല്ലെങ്കിൽ പേന എടുത്തു, അല്ലെങ്കിൽ ഇത് കണ്ണട എടുത്തു, മൊബൈൽ എടുത്തു, ബാഗ് എടുത്തു, അതെല്ലാം ആ കുട്ടി നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് when the father is going for work, ഇത് എടുത്തു തുടങ്ങുമ്പോൾ the കുട്ടി realizes my father is going and he comes out to see the father go. That is a communication. The kutti is knowing what is happening. He may not tell, ഇമേജസ് ഒന്നും പറയില്ല, പക്ഷെ അതിൽ ഇൻവോൾവ് ആയി, നമ്മുടെ വീട്ടിലത്തെ ഒരു ഫംഗ്ഷനിൽ ഇൻവോൾവ് ആയി. പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അവനത് മനസ്സിലായി. ദാറ്റ് ഈസ് നോർമൽ ഡെവലപ്മെന്റ്. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോണു, ടേബിളിൽ എല്ലാ സാധനങ്ങളും കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോൾ യൂഷ്വലി ഒരു 14-15 മാസമായ കുട്ടിക്ക് അത് മനസ്സിലായി. സംടൈംസ് അമ്മ ട്രെയിനിങ് ശരിക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മ ഹെൽപ്പ് ചെയ്യാനും വരും, ഓടി വന്നിട്ട് ഞാൻ സ്പൂൺ കൊണ്ടുവയ്ക്കാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് വെയർ ദ മദേഴ്സ് ഇൻ്റലിജൻസ് വർക്ക്സ്. വാട്ട് മദർ ഷുഡ് ഡു, അത് ഈ സ്പൂൺ നീ കൊണ്ടുവച്ചോ, ഈ പ്ലേറ്റ് കൊണ്ടുവച്ചോ, മനസ്സിലായി. അപ്പോൾ ദേ ആർ വെരി ഹാപ്പി. ദേ ആർ ഇൻവോൾവിങ് ഇൻ എ ഡേ ടു ഡേ ആക്ടിവിറ്റി വിച്ച് ഇൻവോൾവ്സ് മെനി പീപ്പിൾ. കുറേ ആൾക്കാരുടെ ഒരു ആക്ടിവിറ്റി, അതിൽ അവർ ഒരു പങ്ക്. അങ്ങനത്തെ ആക്ടിവിറ്റിയും അങ്ങനത്തെ സ്കിൽസും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് ഇപ്പം ഇല്ല. പക്ഷെ വീടുകളിൽ 1-2 ആൾക്കാരേ ഉള്ളൂ. കുട്ടിയുടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരാളുണ്ടാവും, മറ്റേ ആൾ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ടേബിളിൽ കൊണ്ടുവയ്ക്കേണ്ട പ്രശ്നമേ വരുന്നില്ല. ആ കുട്ടിക്ക് മാത്രം ഒരു ബൗളിലെടുത്തൊരു സ്പൂൺ എടുത്ത് അമ്മ വായിലേക്ക് കയറ്റി കൊടുക്കും. അപ്പോൾ ഹൗ വിൽ ദ ചൈൽഡ് ലേൺ? സോ ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാരന്റ്സ് ഷുഡ് ബി ദേർ അലോങ് വിത്ത് ദം ആൻഡ് ഈറ്റ്. സോ our main events is food and sleep. ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും. ഓക്കെ, ഉറങ്ങുന്ന കാര്യത്തിലാണ് ഐ ആം ഡൗട്ട്ഫുൾ. ബിക്കോസ് ഇൻ അബ്രോഡ് വാട്ട് ഐ സീൻ ഇസ് ലൈക്ക് കൊച്ചു കുട്ടീനെ തന്നെ അവർ മാറ്റിക്കെടുത്തും, ഒരു ബാസിനെറ്റിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് മുറിയിലോ കിടത്തും. ആൻഡ് അവരുടെ ബെഡ് ടൈം 7 o'clock ആണ്, പക്ഷെ പാരൻസിൻ്റെ ബെഡ് ടൈം 10-11. സോ അതൊരു നല്ലൊരു പാരൻറ്റിങ് ആണ്. കാരണം അത് ഫോളോ ചെയ്യാൻ കുറേ പേര് ഇവിടെ നാട്ടിൽ കുറേ പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട്. അത് പോസിബിളേ അല്ല. ഒരു നോർമൽ കുട്ടിയെ കിട്ടണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കിടത്തിയാൽ യു വിൽ നോട്ട് ഹാവ് എ സോഷ്യലി ഇൻറ്ററാക്റ്റീവ്. ആൻഡ് അബ്രോഡത്തെ കുട്ടികളില്ലേ, വലുതാവുമ്പോൾ അവരുടെ പെരുമാറ്റം മതിയോ നമ്മുടെ കുട്ടികൾക്ക്? കൾച്ചർ ഡിഫറെൻ്റ് ആണ്. കൾച്ചർ ഡിഫറെൻ്റ് ആണല്ലോ. നമ്മളൊരു പ്രായമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കുട്ടികൾ അവരുടെ ലോകത്തിൽ സ്വയമായിട്ട് വേറെ പോയി ജീവിച്ചാൽ നമുക്ക് ഇഷ്ടമാവും. അവിടെ എങ്ങനെയാ, കുറച്ചുകൂടി കഴിഞ്ഞാൽ അവർ കല്യാണം കഴിക്കുന്നു, വേറെ താമസിക്കുന്നു. ജോയിന്റ് ഫാമിലി സിസ്റ്റമേ ചിലപ്പോൾ ഉണ്ടാവില്ല. നമുക്ക് ജോയിന്റ് ഫാമിലി വരണം എന്നില്ല, ഇനി അത് പ്രതീക്ഷിക്കും വേണ്ട. ജോയിന്റ് ഫാമിലി സിസ്റ്റം ഒരുപക്ഷെ ഇതുപോലെ പണ്ടത്തെ കാലത്തെ പോലെ വരില്ല. പക്ഷെ ഉള്ള ഫാമിലി, ഈ അമ്മ അച്ഛൻ കുട്ടികളുള്ള ഫാമിലി, അറ്റ്ലീസ്റ്റ് അവർ തമ്മിലുള്ള സ്നേഹവും ബന്ധവും നിലനിൽക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഓൺ ഞാൻ പറയല്ല, ഇത് സയൻറ്റിഫിക് ആയിട്ട് പറയണേ. 2 സമയം പേരൻസ് ആൻഡ് കിഡ്സ് ഹാവ് ടു ബി ടുഗെദർ. ഇസ് ഫുഡ് ടൈം ആൻഡ് നാപ്പി ടൈം. സോ കോ സ്ലീപ്പിംഗ് എത്ര നാൾ തൊട്ടുണ്ടാവും? ലൈക്ക് അങ്ങനെയല്ല, യു നീഡ് നോട്ട് സ്ലീപ്പ് ഓൾ ദ ടൈം വിത്ത് ദ ബേബി.
നമ്മൾ കിടന്ന് ഇപ്പൊ 4 പേര് കിടക്കുകയാണ്, 2 കുട്ടികളും പേരൻസും. യു ക്യാൻ ഹാവ് കോമൺ ആക്ടിവിറ്റി. ആ കിടക്കണ സമയത്ത് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു കഥ പറയണമെന്ന് വെച്ചോളൂ. അപ്പോൾ ഫാദർ ആൻഡ് മദർ ഇൻവോൾവ്. ഈ മദർ കഥ പറയുമ്പോൾ യു ഹാവ് ടു മേക്ക് ഇമോഷൻസ് ഓൺ യുവർ ഫേസ്. നമ്മൾ വെറുതെ ബുക്ക് വായിക്കില്ല, ഒരു ലയൺ വന്നു അല്ലെങ്കിൽ ഒരു പൂച്ച പതുക്കെ വന്നു. അപ്പോൾ യു ആർ മേക്കിംഗ് ഫേസസ്. ഇത് ഈ കുട്ടിക്കും ഹെൽപ്പ് ചെയ്യും, ആ മൂത്ത കുട്ടിക്കും വലിയൊരു കുട്ടീനെ ആ കുട്ടിക്കും അത് ഹെൽപ്പ് ചെയ്യും. അതിൽ ഫാദറും ഇൻവോൾവ് ആവാം. മനസ്സിലായോ? ആഫ്റ്റർ സം ടൈം ദ ബേബീസ് ഗോ ടു സ്ലീപ്പ്, ദെൻ യു ക്യാൻ മൂവ് ഔട്ട്. Okay, so it's not altogether തെറ്റായ ഒരു കാര്യമല്ല. Just before you sleep. Okay. ആ സമയത്ത് നമ്മൾ ഉണ്ടെങ്കിൽ you want kids who are emotionally strong. Okay. Then only you will have emotionally strong mothers. Which is the beginning of our talk, what you said. Mothers are stressed. Mothers are stressed because they are not confident. ആ കോൺഫിഡൻസ് വരണമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ ഈ പേരൻസ് ആ കോൺഫിഡൻസ് അവരിൽ ഇൻസ്റ്റിൽ ചെയ്യണം. അത് വരണമെങ്കിൽ ഈ 2 പോർഷൻസ്, ദാറ്റ് ഈസ് ഫുഡ് ടൈം ആൻഡ് നാപ്പി ടൈം, അത് രണ്ടും പേരൻസ് ഉണ്ടായിരിക്കണം. So not necessarily അവരെ കൂടെ കിടക്കണമെന്നില്ല, but that night time happy time, ആ ഉറക്കം വരണ വരയ്ക്ക് നിങ്ങൾ ഉണ്ടാവണം. It's important. എത്ര നാൾ വേണം? Like is a time 2 years 3 years വരെ? അങ്ങനെയല്ല, 2 years 3 years ഒന്നുമല്ല. You can do it till your child is സംസാരം ക്ലിയർ ആയതിനു ശേഷവും തന്നെ പോയി കിടക്കാൻ. അതൊരു പേഴ്സണലി there is no line for that. പക്ഷെ ഒരു 6 years ആണ് when the child can stay separate. I'll sleep alone. ഇത് ഞാൻ പറഞ്ഞത് സ്ലീപ്പ് വരുത്താൻ നമ്മൾ കൂടണ്ടേ. ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ മാറി, പക്ഷെ മറ്റേത് തുടക്കം തന്നെ സെപ്പറേറ്റ് ആയി കിടക്കും. ഉറക്കം വരണ്ടേ. ഭയങ്കര ഒരു കുട്ടികൾക്ക് തന്നെ ആൻസൈറ്റി ഉണ്ടാവും ആ സമയത്ത്. ഉറക്കം വന്നില്ല, കുട്ടിയെ നിങ്ങൾ ഒരു റൂമിൽ കിടത്തി ആൻഡ് യു ടെൽ യു ഗോ ടു സ്ലീപ്പ്, ദ ചൈൽഡ് വിൽ ലേൺ ടു സ്ലീപ്പ് ഇൻ സം ഹിസ് ഓർ ഹെർ ഓൺ മെത്തേഡ്. ചിലപ്പോൾ തം സക്കിങ് ആയിരിക്കും ഉറക്കം വരുത്താൻ, ചിലപ്പോൾ മുടി പിടിക്കും, ഓരോ ഹാബിറ്റ്സ് ആക്കും. ഇപ്പോൾ പിന്നെ ചിലവർ മൊബൈലും ടി വിയും ഒക്കെ വെക്കും ഉറക്കം വരുത്താൻ. അപ്പോൾ യു ഹാവ് ടു ടീച്ച് യുവർ ചൈൽഡ് ഹൗ ടു സ്ലീപ്പ്, പീസ്ഫുള്ളി ഉറങ്ങാനായിട്ട്. അപ്പോൾ ആ ഒരു സെഷൻ നല്ല ഹാപ്പി ആയിട്ടൊരു പാട്ടും അല്ലെങ്കിൽ ഒരു കഥയൊക്കെ പറഞ്ഞ് പേരൻസ് ഒരുമിച്ച് നിന്ന് ഒരു 15 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, കുട്ടികൾ ഉറങ്ങും. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. അതെ, എവ്രിബഡി നോസ് ദിസ്. പക്ഷേ സംതിങ് ഐ വുഡ് സേ ലൈക്ക് ഫ്രം പാരൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ഇത് എല്ലാ ദിവസം 15 മിനിറ്റ്, കാരണം വി ആർ ഓൾ സ്ട്രെസ്ഡ് ആൻഡ് ലൈക്ക് ഉറക്കാൻ കിടത്തുന്ന നേരത്തെ വി ജസ്റ്റ് നീഡ് ലൈക്ക് വി ഹാവ് ടു ബി ഹാപ്പി. ആകെ ജോലി ടെൻഷൻ അടിച്ചത് ഞാൻ സന്തോഷിച്ചു. നിങ്ങളുടെ സ്ട്രെസ് ചിലപ്പോൾ കുറയ്ക്കും. അവിടെ പോയി ഈച്ച് പേഴ്സൺ നിങ്ങളുടെ ജോലി അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടാവും. ഈച്ച് പേഴ്സൺ ഹാസ് എ ഹോബി അല്ലേ? ഇപ്പൊ ചിലവർ പാട്ട് പാടും, ചിലവർ ഡാൻസ് കളിക്കും, ചിലവർ ആക്ട് ചെയ്യും. അതൊക്കെ നിങ്ങൾ ബാക്കിലേക്ക് വെച്ചിട്ടായിരിക്കും ജോലിയിലേക്ക് കയറിയിരിക്കുന്നത്. അതെ, യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി വിത്ത് യുവർ കിഡ്സ്. പാട്ട് പാടുന്ന ആളെ പാട്ട് പാടിക്കോളൂ. പാട്ട് ആ കുട്ടി പറയുമെങ്കിൽ നേരത്തെ പാട്ട് പാടി തുടങ്ങും. അപ്പോൾ സ്ലീപ്പ് ടൈം ആൻഡ് ഫുഡ് ടൈം ഈസ് ദ ടൈം യു ആർ ഗിവിങ് ടു യുവർ ചിൽഡ്രൻ. അപ്പോൾ ബാക്കിയുള്ള സമയം നിങ്ങൾ ജോലിക്ക് പോകണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ 2 സമയം നിങ്ങൾ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ തല്ലുകൂടിയിട്ടുണ്ടാവും അതിന് മുമ്പ്. പക്ഷേ മേക്ക് ഇറ്റ് എ റൂൾ, വി വിൽ ബി ഹാപ്പി ഇൻ ഫ്രണ്ട് ഓഫ് ദ കിഡ്സ്. അപ്പോൾ ദീസ് 2 times at least you change, you have to learn to change. This is actually a tip. ഞാൻ ട്രൈ ചെയ്യണം. കാരണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഐ എം നോട്ട് വിത്ത്, മോസ്റ്റ് ഓഫ് ദ ടൈം ഐ എം നോട്ട് വിത്ത് ദം. അവരുടെ കൂടെ ഒപ്പം കഴിക്കാൻ വേണ്ടി എനിക്ക് പറ്റാറില്ല. സോ ദിസ് ഈസ് ആക്ച്വലി ദിസ് ഈസ് വൺ. നൗ വേറെ ഇതിപ്പോൾ പറഞ്ഞ് സെപ്പറേറ്റ് സ്ലീപ്പ് ചെയ്യാൻ പറയണ പോലെ ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ദാറ്റ് ഈസ് വാട്ട് എവർ യു ഹാവ് യു ഷെയർ. But some parents feel ki my child is not sharing. ഷെയർ ചെയ്യണ്ടേ, വല്ലതും കൊടുത്താൽ അവനവന് മാത്രമായിട്ട് എടുക്കും. എല്ലാറ്റിനും ഒരു ഏജ് ഉണ്ട്. ഷെയറിംഗ് ഡെവലപ്സ് ഓൺലി at 3.5 to 4 years. 4 വയസ്സാവുമ്പോഴേ ഒരു കുട്ടിക്ക് ഷെയർ ചെയ്യണ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇന്റലിജൻസ് വരുന്നുള്ളൂ. അപ്പൊ അതുവരെയൊക്കെ നിങ്ങൾ ഷെയറിംഗ് പറഞ്ഞാൽ ആ കുട്ടി പഠിക്കില്ല, കുട്ടി മനസ്സിലാക്കില്ല. നിർബന്ധിച്ചാല് നെക്സ്റ്റ് ടൈം അവർക്ക് അതിനോട് ഇഷ്ടക്കേടാവും. അപ്പോൾ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ഡെവലപ്പ് ഷെയറിംഗ് ബൈ ആക്ടിവിറ്റീസ് അറ്റ് ഹോം. ബട്ട് ഷെയറിംഗ് കംസ് ഓൺലി. അതുകൊണ്ടാണ് നമ്മൾ
ഈ സ്കൂളുകളിലൊക്കെ വിടുമ്പോൾ ഒരു 4 വയസ്സായിട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ബിക്കോസ് സ്കൂൾ മീൻസ് യു ആർ ഷെയറിങ് സ്പേസ്, യു ആർ ഷെയറിങ് ദ ടേബിൾ, യു ആർ ഷെയറിങ് ദ ചെയർ. നമ്മൾ നേരത്തെ വിടുമ്പോൾ ആ ഷെയറിങ് എന്താണെന്ന് തന്നെ അവർക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഒരു കുട്ടി ഓൾറെഡി ഉണ്ട്, 2 വയസ്സായ കുട്ടി വീട്ടിലുള്ളപ്പോൾ ഒരു വേറെ പുതിയ കുട്ടി വന്നു, ദാറ്റ് ഇസ് സെക്കൻഡ് ചൈൽഡ് വന്നു. ആ കുട്ടിക്ക് ഇഷ്ടപ്പെടാ. എന്താ കാരണം? ആ ഷെയറിങ് കോൺസെപ്റ്റ് അവർക്ക് മനസ്സിലായിട്ടില്ല. ഒരു 2 വയസ്സും 3 വയസ്സിൻ്റെയും ഇടയ്ക്ക് ആ കുട്ടി ഫീൽസ് ഐ ആം ദ കിങ്, ഐ ആം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദിസ് ഫാമിലി, ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് കിട്ടും എന്ന് ധാരണയുള്ളതാണ് നോർമൽ കുട്ടികൾ ബിറ്റ്വീൻ 2 years and 3 years. അപ്പോൾ ആ സമയത്ത് ഷെയറിങ് ഒന്നും അവർക്ക് മനസ്സിലാവണില്ല. അവരോട് നിങ്ങൾ ഷെയർ ചെയ്യൂ പറഞ്ഞാൽ അവർ മനസ്സിലാക്കില്ല. അപ്പം നേരത്തെ വാട്ട് കംസ് ബ്രെയിൻ, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച ബ്രെയിനിൻ്റെ ന്യൂറോൺസ് 2 years ആകുമ്പോഴാണ് മാക്സിമം ഡെവലപ്മെൻറ്റ്. ഒരു 2 വയസ്സ് ഏജ് അതുവരയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് അതിനെ നന്നാക്കിയ ഒരു 2 years ആകുമ്പോഴാണ് മാക്സിമം സ്പീച്ച് പഠിക്കുക. അതും മെറ്റേണൽ ടങ്, ദാറ്റ് മീൻസ് യുവർ മദർ ടങ് പഠിക്കാൻ ഏറ്റവും മാക്സിമം കഴിവുള്ളത് ആ 2 years ഏജ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറേ കുട്ടികൾ 2 വയസ്സ് വരയ്ക്കും ഇങ്ങനെ ബാക്ക് അടിക്കും, പക്ഷെ 2 വയസ്സാകുമ്പോൾ പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങും. അപ്പോൾ ദാറ്റ് ഈസ് എ ടൈം വെൻ ദിയർ ന്യൂറോൺസ് ആർ ട്രൈങ് ടു ലേൺ എ ലാംഗ്വേജ്. ഓക്കെ ഫൈൻ. ദെൻ ബിറ്റ്വീൻ 2 and 3 years they feel they are the king. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ആ ഒരു ഏജ് അവർക്ക് അങ്ങനെ തോന്നണ ഏജാണ്. 3 years and 4 years ഇടയിൽ ഇതൊക്കെ സ്റ്റഡീസ് ചെയ്തതാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ്. സോ ആക്ച്വലി ഐ എം വെരി കുറേ പേര് പറയും, ലൈക്ക് പാരൻസ് പറയും, ഓ എൻ്റെ മോൾക്ക് ഒട്ടും ഷെയർ ചെയ്യില്ല, അവളാണെന്നാണ് ഭാവം, വയസ്സാകും 3 വയസ്സുള്ളൂ. സോ ഇറ്റ്സ് ആക്ച്വലി നാച്ചുറലി ഇറ്റ് കംസ്. എല്ലാ കുട്ടികളും അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് അത് കൾട്ടിവേറ്റ് ചെയ്യാൻ വഴിയുണ്ട്. എങ്ങനെയാ വെച്ചാൽ you buy 1 chocolate. If you have 3 children at home also, or 2 children at home, buy just 1 chocolate and share it and tell them to share. Appo instead of buying 1 day in a week, buy 2 days in a week. Okay, number of times scooty kolo, you make a rule that I'll buy chocolates for 2 days and oru chocolate mecha share you. Share ചെയ്യുമ്പോൾ not only to the sibling, അമ്മയ്ക്കും you may not need it, നമുക്ക് ചിലപ്പോൾ വേണ്ടാന്ന് തോന്നും, പക്ഷെ മേടിക്കുക, ആ ഷെയറിങ് മേടിക്കുക, അത് എടുത്ത് വെച്ചോളൂ. ഈവൻ ഷെയറിങ്, സപ്പോസ് 2 kids ഉണ്ട്, ഇപ്പോൾ ലൈക്ക് സംഗീത സെറ്റ്, സംഗീതയുടെ 2 മക്കൾക്ക് ഒരു ബോൾ മേടിച്ചു, 2 പേരും കൂടി ഷെയർ, അവർ ഫൈറ്റ് ചെയ്യണം. അപ്പോൾ യു ടെൽ ദം, അല്ല നിങ്ങൾ 2 പേരും കൂടി കളിക്കൂ, എന്നിട്ട് ഒരു 2 minutes അവർ ചിലപ്പോൾ 2 പേരും കൂടി കളിച്ചു. അപ്പോൾ ഓ വെരി ഗുഡ്, വെരി നൈസ്, യു ബോത്ത് ഹാവ് ഡൺ ഇറ്റ് സോ വെൽ. അതിങ്ങനെ ചെയ്യണ കാരണം ഞാനൊരു ഗിഫ്റ്റ് തരാട്ടോ, നന്നായി ഷെയർ ചെയ്തോളൂ, ഗിഫ്റ്റ് തരാം. അപ്പോൾ വെദർ യു ഗിവ് ദ ഗിഫ്റ്റ് ഓർ നോട്ട്, ദറ്റ് പ്രേസിങ് ഈസ് ഇനഫ്. ഞാൻ പറഞ്ഞ ഈ ട്രിപ്പിൻ്റെ എത്ര ടോയ്സ് എനിക്ക് കുറയ്ക്കാന്നറിയില്ല. ഐ ക്യാൻ കട്ട് മൈ ടോയ്സ് ഇൻടു ഹാഫ്. അല്ല, 2 സെപ്പറേറ്റ് ആവശ്യമില്ല, ഇറ്റ്സ് നോട്ട് നീഡഡ്. ഒരിക്കൽ അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഈസി. അവർ ഷെയറിങ് ഡെവലപ്പ് ചെയ്തു, തന്നെ 2 പേരും കൂടി കളിച്ചു തുടങ്ങിയ പിന്നെ ഇറ്റ് ബിക്കംസ് ഈസി. യു ക്യാൻ ഓൾസോ ഗോ ഇൻ ടു യുവർ റൂം ആൻഡ് ഡു യുവർ വർക്ക്. ദാറ്റ് കംസ് ടു ദ പോയിന്റ് ഓഫ് 2 years to 5 years. 2 years വരെ 0 screen time. 2 years to 5 years 1 hour in a day maximum. Okay. And if possible ആ 1 hour parent കൂടെ ഉണ്ടാവണം. 2 years to 5 years or 1 hour? 1 hour per day maximum. ആ 1 hour നമ്മളും കൂടെ ഉണ്ടാവണം. I literally should not be a parent. I don't want to make you feel guilty. Okay. അല്ല, ഇതാണ് recommendation. Okay. So suppose you've been doing it wrong. So I'm telling you, everything in life is correctable. You can correct. I'm actually confused. കാരണം I think 2 years ago and 2 hours കാണിക്കാതെ എന്തോ something is there in the internet. 1 hour. AP, American Academy says 1 hour till 5 years. Okay. Even there are certain recommendations like WhatsApp ഒക്കെ 0 till 8 years ആ. 8 വയസ്സ് വരെ വാട്സാപ്പിലേക്കേ പോകാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ സോ ദർ ആർ പ്രോപ്പർ റെക്കമെൻഡേഷൻസ് ഫോർ ഈച്ച് ആപ്ലിക്കേഷൻ ഓൾസോ. വാട്ട് ക്യാൻ ബി അലൗഡ് ആൻഡ് വാട്ട് കനോട്ട് ബി അലൗഡ്. ഈ 1 hour നമ്മൾ പറയണത് ബിക്കോസ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ചില ഇൻ്റർനെറ്റ് ഉപയോഗിക്കും. അപ്പം അതിലും റെക്കമെൻഡേഷൻ ഉണ്ട്. ഈ മോണ്ടെസറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ അവർ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത്, അത് ടു സം എക്സ്റ്റെൻറ്റ് ഇസ് ഓക്കെ. യു ഹാവ് ടു ബി കെയർഫുൾ. ബട്ട് അതർവൈസ് ഓൾവേസ് റിമെമ്പർ, ലാംഗ്വേജ് ക്യാൻ ഓൾവേസ് ബി അക്വയർഡ്. ദ ഫോർത്ത്, യുവർ സോഷ്യൽ ഇൻറ്ററാക്ഷൻ, ഇമോഷണൽ ബിഹേവിയർ,
കമ്മ്യൂണിക്കേഷൻ ഫോളോഡ് ബൈ ലാംഗ്വേജ്. എപ്പോഴും അങ്ങനെ വരും. അപ്പോൾ ലാംഗ്വേജിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്താലാണ് ഈ പ്രശ്നം വരുന്നത്. അതിലെന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ന്യൂറോൺസ് 2 years വരെ മാക്സിമം ആയല്ലോ. ദെൻ 2 to 5 years അത് ഡെവലപ്പ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ സ്ക്രീൻ ഉപയോഗിച്ചിട്ട് വല്ലതും പഠിക്കുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ബ്രെയിനിന് എത്തിയിട്ടില്ല. സ്ക്രീനിൽ നിന്ന് പഠിക്കുന്ന സാധനം, എക്സാമ്പിൾ ഒരു കാര്യത്തിൻ്റെ ഡെപ്ത്, ഒരു ഡിസ്റ്റൻസ്, ഇതൊന്നും പ്രോസസ്സ് ചെയ്യാനായിട്ട് ആ ബ്രെയിനിന് കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ അവർ തെറ്റി മനസ്സിലാക്കും. ഓക്കെ ഫൈൻ. യു അണ്ടർസ്റ്റാൻഡ്? അവർ പറയും, വേർഡ്സ് ഒക്കെ പറയുമായിരിക്കും, പക്ഷെ അതിൻ്റെ മനസ്സിലാക്കിയത് അവർ തെറ്റി മനസ്സിലാക്കും. അതുകൊണ്ടാണ് നമ്മൾ 5 years വരെ ടീച്ചിങ് ത്രൂ സ്ക്രീൻ കഴിയുന്നതും ഒഴിവാക്കാനുണ്ട്. ബട്ട് മാം, ഇതിപ്പം കൊറോണ സമയത്തൊക്കെ ഇന്നെവിറ്റബിൾ ആയിരുന്നു, പല പഠിത്തങ്ങളും ഓൺലൈനിൽ. സോ ദാറ്റ് മസ്റ്റ് ഹാവ് അഫക്റ്റഡ് ബാഡ്ലി. ആ ഓൺലൈനിൽ ദ പേരൻറ് ഷുഡ് ബി ദെയർ. 2 to 5 years ഉള്ള പഠിത്തത്തിന് പേരൻറ്റ് കൂടെ ഇരിക്കണം. പേരൻറ്റ് വേണമെങ്കിൽ അത് പഠിച്ചിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ആ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ പേരൻറ്റ് അടുത്തുണ്ടാവണം. സോ ദാറ്റ് ദ ചൈൽഡ് ലേൺസ് ഇറ്റ് ഇൻ ദ റൈറ്റ് മാനർ. ഓക്കെ ഫൈൻ. ദർ ഇസ് എ ജനറൽ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അതായത് പെൺകുട്ടികൾ, മിസ്കൺസെപ്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, പെൺകുട്ടികൾ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്, ആൺകുട്ടികൾ നല്ല വെടക്കാണെന്ന്. അപ്പോൾ ചെറുപ്പത്തിലെ പെൺകുട്ടികൾ വളർത്താൻ എളുപ്പം, ആൺകുട്ടികൾ വളർത്താൻ ചെറുപ്പത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ സാധനങ്ങളും വലിച്ചെറിയും, സാധനങ്ങൾ അവിടെ ഇടും. ദർ ഇസ് മിസ്ഹാപ്പ് പോസിബിൾ. കുറച്ചൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഗേൾസും ബോയ്സും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ആ വ്യത്യാസം ഉണ്ടാവണമല്ലോ, എന്നാലല്ലേ അവർ വലുതായിട്ട് ഒരു പെണ്ണായിട്ട് ഒരു ആണായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ വരരുത്, അത്രേ ഉള്ളൂ. ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ തല്ലി ഉടയ്ക്കുക, ഡിസ്ട്രോയ് ചെയ്യുക, ദേഷ്യം വരുമ്പോൾ. അതിലാണ് ആ കോൺസെപ്റ്റ് ഓഫ് ടെമ്പർ ടാൻട്രംസ് വരുന്നത്. കുറേ കുട്ടികളുണ്ട് ഒരു സാധനം നേടാൻ വേണ്ടിയിട്ട് കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ച് കളിച്ച് എനിക്കിത് വേണം. അപ്പൊ പേരൻസിന് എല്ലാവരെയും മുമ്പിൽ ഒരു ഭയങ്കര നാണക്കേടാണ്. അപ്പൊ അവരത് എടുത്തു കൊടുക്കും, കരച്ചിലാ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് എവിടെയും എത്തണില്ല. അപ്പോഴാണ് അവർ അതിനെക്കുറിച്ച് വറി ചെയ്ത് തുടങ്ങുക. പക്ഷെ ടെമ്പർ ടാൻട്രംസ് ആർ സീൻ വൈ. ഫസ്റ്റ് യു ഷുഡ് നോ വൈ ഇറ്റ് കംസ്. ടെമ്പർ ടാൻട്രംസ് വരുന്നത് യൂഷ്വലി പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്കാണ്. ഓക്കെ. അത് തുടക്കത്തിൽ അവർക്കൊരു സാധനം വേണം, എന്തിനു വേണം എന്ന് അവർക്ക് പറയാൻ പറ്റാത്ത കാരണം അവരത് ചെയ്യും. പിന്നെ അതിൽ അവർക്ക് കിട്ടി തുടങ്ങുമ്പോൾ അവർ ആ മെത്തേഡ് യൂസ് ചെയ്യണം. മനസ്സിലായി? അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നോട് ചില പേഷ്യൻസ് പറഞ്ഞിട്ട്, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ അവർ ചിലപ്പോൾ ഒരു സാധനം എടുക്കും, നമ്മൾ അലൗ ചെയ്താൽ ഓക്കെ, നമ്മളത് തിരിച്ചു വെക്കാൻ പറഞ്ഞാൽ അപ്പം അവിടെ വാശി പിടിച്ച് കിടക്കും, നിലത്ത് കിടക്കും, ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും. അപ്പം എന്താ ചെയ്യണ്ടേ? ഓക്കെ, ഐഡിയലി ഒരു ടെമ്പർ ടാൻട്രം വന്നാൽ നമ്മൾ ഇഗ്നോർ ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കാതെ പോകണം. പക്ഷെ ഒരു സോഷ്യൽ ഏരിയയിൽ, ലൈക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഇഗ്നോർ ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. ഓക്കെ, സോ വാട്ട് ഈസ് എ മെത്തേഡ് ഔട്ട് ഓഫ് ദിസ്? ഫസ്റ്റ് ഓഫ് ഓൾ, ആ ഒരു സമയത്ത് യു ക്യാൻ മേ ബി ഇറ്റ്സ് എ സൂപ്പർ മാർക്കറ്റ്, യു ഹാവ് ടു എഗ്രി ടു what the child says. And when you go over there for paying the bills, you can just put it aside. പറഞ്ഞ സാധനം മാറ്റി വയ്ക്കുക, കൊടുക്കാതിരിക്കുക. Because most of the times അവർ എടുക്കുന്ന സാധനം തന്നെ അവർ മറക്കും. ചില ആൾക്കാർ ചിന്തിക്കുന്ന രീതി, ലൈക്ക് വാട്ട് ഇഫ് ദർ ഇസ് എ ട്രസ്റ്റ് ഇഷ്യൂ, ലൈക്ക് എടുത്തു കഴിഞ്ഞ ശേഷം അമ്മ അത് മാറ്റി വെച്ചു. ഇല്ല, this is early stage. ഇപ്പൊ this trust issue comes if the child is big. ഒരു വലിയ കുട്ടിയാണ്, ഒരു 6 വയസ്സായ കുട്ടിയാണെന്ന് വെച്ചോളൂ, ആ കുട്ടിക്ക് അത് ഓർമ്മ നിൽക്കും, ഞാൻ ഇന്ന സാധനം എടുത്തു, അമ്മ അതിനെ മാറ്റി വെച്ചു. ആ സ്റ്റേജിൽ എത്തരുത്. ടെമ്പർ ടാൻട്രം സ്റ്റാർട്ട് ഏർലി ഇൻ ലൈഫ്. ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇവർ ഈ പരിപാടി ചിലപ്പോൾ ചിലവർ തുടങ്ങും. അപ്പം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മാറ്റി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഹൗ ഡു യു റെമഡി ഇറ്റ്? യു ഹാവ് ടു ഇൻഫോം ദ ചൈൽഡ് that this will not be given if you do ഇങ്ങനെ ബിഹേവ് ചെയ്താ ഇന്ന സാധനത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. യു ഷുഡ് ടെൽ ദ ചൈൽഡ് പ്രോപ്പർലി ബിഫോർ യു ഗോ. പുറത്ത് പോകുമ്പോൾ പറയാ, ഇന്ന സ്ഥലത്ത് ഞങ്ങൾ പോവാണ്, യു ആർ ഓൾസോ കമ്മിങ് ദർ, ഇഫ് യു ഡു ദിസ് വി വിൽ നോട്ട് ബൈ. വാട്ട് യു വാണ്ട് യു ഇൻഫോം അസ്. ഞങ്ങളോട് വന്ന് പറഞ്ഞോളൂ, ഞങ്ങൾ തരാം. ആൻഡ് 1 or 2 times യു ഡു ഇറ്റ്. കുട്ടി വന്ന് പറയണ എനിക്ക് ഇന്ന സാധനം വേണം, യു നോ അതേപോലെ ഒരു സാധനം വീട്ടിലുണ്ട്, ആ കുട്ടി അതിനെ തൊടണില്ല, ഉപയോഗിക്കണില്ല, എന്നിട്ട് അത് ചോദിച്ചു,
ഓക്കെ ഫൈൻ, ഞാൻ തരുന്നുണ്ട്, വെച്ചോളൂ. എന്നിട്ട് എല്ലാ റൗണ്ട്സും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ യു ആസ്ക്, യു ഹാവ് വൺ ലൈക്ക് ദാറ്റ്, നോ, ഡു യു വാണ്ട് ഇറ്റ്, ഒന്നും കൂടി ചോദിച്ചു നോക്ക്. എന്നാൽ വേണ്ട, ചൈൽഡ് മേ സേ നോ. ബിക്കോസ് ആ സമയം കൊണ്ട് ദ ബേബി മേ ഹാവ് സീൻ സംതിങ് എൽസ് ഇൻട്രസ്റ്റിംഗ്, വിച്ച് ഫോർ യു വുഡ് ഹാവ് ബീൻ ഓക്കെ. അപ്പോൾ ദിസ് യു പുട്ട് ദിസ്, യു റിമൂവ് ദിസ്, ഷോ ഇറ്റ് ടു ദ ബേബി, ഇത് വെച്ചിട്ടോ, ഇത് വേണ്ട കേട്ടോ, ഓക്കെ. സംടൈംസ് ഐ തിങ്ക് ഞങ്ങൾ പാരൻസ് മറന്നു പോവാണ്ട് കിഡ്സ് ആർ ജസ്റ്റ് കിഡ്സ്, ദേ ആർ നോട്ട് ലൈക്ക് അസ്. ഇമോഷൻസ് ഒന്നും സെറ്റ് ആയിട്ടില്ല. എല്ലാം അറിഞ്ഞും കൊണ്ട് അവൻ വേണച്ച് ചെയ്തത്, അങ്ങനെയൊന്നും സത്യം. never like that, they are not doing it intentionally. അവർക്ക് ബ്രീഫാ, അവരുടെ മെമ്മറി ബ്രീഫാണ്. അവർ കുറെ കാലത്തിനോ കുറെ അങ്ങനെയാണെങ്കിൽ അവർ എന്നോ നമ്മളെ വിട്ടു ഓടിപ്പോയെന്നെ. എന്റെ പോലൊക്കെ എന്റെ അമ്മ എന്നെ ഇങ്ങനെ അടിച്ചു ചെറുപ്പത്തില്. ഐ ഹവ് സീൻ സം പീപ്പിൾ, അമ്മ അന്ന് എനിക്ക് മാർക്ക് പറഞ്ഞപ്പോ എന്നെ ഇങ്ങനെ അടിച്ചിരുന്നു. അപ്പൊ അമ്മ പറയുന്നുണ്ട്, ഹാ ഡിഡൈ, എനിക്ക് ഓർമ്മയില്ല. ഒരു ഏജ് കഴിഞ്ഞാൽ ഓർമ്മ വയ്ക്കും. ഒരു 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിയുമ്പോഴേക്ക് നമ്മൾ ഫിസിക്കലി അബ്യൂസ് ചെയ്താൽ അത് അവരൊരിക്കലും മറക്കില്ല. ഒരു അടിയൊക്കെ കൊടുത്ത് അവർ ഓർമ്മ വയ്ക്കും. പക്ഷെ അതുവരയ്ക്ക് നമ്മൾ പറയണത് സ്റ്റേൺ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ കമ്മ്യൂണിക്കേഷൻ നമ്മളോടും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അവരോടും ക്ലിയർ ആയാൽ ഒരു 3-4 സെഷൻസ് ആകുമ്പോഴേക്ക് ഈ ടെമ്പർ ടാൻട്രംസ് മാറിക്കിട്ടും. പിന്നെ എപ്പോഴാണ് ടെമ്പർ ടാൻട്രംസ് വരിക? ഭയങ്കര ടയേർഡായിരിക്കുന്ന സമയത്ത്, ഉറക്കം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വിശപ്പുള്ള സമയത്ത്. ഫുൾ ഡേ കുട്ടി വീട്ടിൽ കളിച്ചിട്ടോ ഉറങ്ങിയിട്ടേ ഉണ്ടാവില്ല. പേരൻസ് ജോലി കഴിഞ്ഞ് വന്ന് വീൽ ഗോ ഔട്ട് ഫോർ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ഈ കുട്ടിയും കൊണ്ടുപോകും. അപ്പോഴേക്കും ആ കുട്ടി ടയേർഡ് ആയിട്ടുണ്ട്, കുട്ടിക്ക് ഉറങ്ങണം. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഈ ടെമ്പർ ടാൻട്രംസ് വരിക. അപ്പൊ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യാം. വിശപ്പായിരിക്കും, ചിലപ്പോൾ വിശപ്പായിരിക്കും കേട്ടോ, വിശന്നിട്ടുണ്ടാവും, ഉറങ്ങണം. അപ്പൊ അവര് ഓരോ വാശി പിടിക്കും, കംഫർട്ടബിൾ ആയിരിക്കണം. ഐ തിങ്ക് ഇവിടെ ഒരു കാര്യം മാം നേരത്തെ പറഞ്ഞല്ലോ, ജോയിന്റ് ഫാമിലി ഉണ്ടാവും പറഞ്ഞത്. ഇവിടെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ ജോയിന്റ് ഫാമിലിയുടെ ഒരു പ്രശ്നം മിക്ക പാരൻസ്, അതായത് കുട്ടി ഉറക്കായിരിക്കും, കുട്ടിക്ക് ചിലപ്പോൾ വിശക്കുന്നുണ്ടാവും, അത് കാരണം കാര്യമെന്ന് അമ്മയ്ക്ക് അറിയാം, ചിലപ്പോൾ അച്ഛനറിയാം, പക്ഷെ ഗ്രാൻഡ് പാരൻസിന് അറിയില്ല. അപ്പോൾ അവിടെ കുട്ടികളെ ഇൻലോസ് എല്ലാവരും പറയുന്നത്, കൂടെയുള്ള ഇൻലോസ് പറയുന്നത് വെച്ചാൽ വലതും കൊടുക്കുക, എന്തെങ്ങനെ കരയണേ. സോ ആ സ്ട്രെസ്സാണ് അമ്മയ്ക്കും അച്ഛനും വരുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ ദേഷ്യം നിന്ന് മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ നീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബിക്കോസ് ദാറ്റ് ഈസ് ദ വൺ പ്രോബ്ലം. ദാറ്റ് ഈസ് വേർ ടെമ്പർ ടാൻട്രംസ് നമ്മൾ അവോയ്ഡ് ചെയ്യും. സർട്ടൻ തിങ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യണം. ദിസ് ഈസ് വൺ തിങ്, വരാതെ നോക്കണം. ഓക്കെ, മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെ വെച്ചാൽ നമുക്കറിയാം, ഹീസ് നോട്ട് ലുക്കിംഗ്, ഹീസ് ലുക്കിംഗ് വെരി ടയേർഡ്. അപ്പോൾ യു വാണ്ട് ഫുഡ്, യു ആസ്ക്. സോ ഇറ്റ് സേസ് ഓക്കെ, ഐ വാണ്ട് ഫുഡ് ഓർ ഐ വാണ്ട് ടു സ്ലീപ്. ഡോണ്ട് മെൻഷൻ യു ആർ ഗോയിങ് ഔട്ട് അറ്റ് ഓൾ. ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ ഇഫ് യു ഡോണ്ട് ടേക്ക് യുവർ ചൈൽഡ് ഔട്ട് വൺസ് ഇൻ എ വൈൽ, ബട്ട് ഡോണ്ട് സ്ട്രെസ് യുവർ ചൈൽഡ്. ഫിസിക്കലി സ്ട്രെസ് കൊടുക്കണ്ട. കുട്ടിക്ക് അവിടെ പോയി എൻജോയ് ചെയ്യുന്ന സ്ഥലമായിരിക്കാം, ഇനിയൊരു പ്രാവശ്യം പോകുമ്പോൾ കൊണ്ടുപോകാം. അപ്പോൾ ഇഫ് ദ ചൈൽഡ് ഫിസിക്കലി കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്കത് അറിയാലോ, അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യണ്ട. ആ ഒരു ടാൻട്രംസ് വരാൻ പാടില്ല. യു വാണ്ട് യുവർ ബേബി ഓൾസോ ടു ഹാവ് എ ഗുഡ് ബിഹേവിയർ, റൈറ്റ്? അതിൽ 2 പോർഷൻസ് ആണ് ബിഹേവിയറിൽ: സെൽഫ് റെഗുലേഷനും ഇമോഷണൽ റെഗുലേഷനും. സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, നമുക്ക് ഇഷ്ടപ്പെട്ട രീതി ആയിരിക്കില്ല, പക്ഷെ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ പെരുമാറണം, അത് ആ കുട്ടി പഠിച്ചിരിക്കണം. അത് പഠിക്കാനും ഏർലി ഓൺസെറ്റാണ് അത് വരിക. ആദ്യത്തെ 2 വയസ്സ് വരയ്ക്കാണ് അത് വരിക. അപ്പോൾ അത് വരാനായിട്ട് നമ്മുടെ പേരൻസും മദറും ഫാദറും ഒക്കെ വെരി ഇമ്പോർട്ടൻ്റാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ വെച്ചാൽ, സപ്പോസ് യു ആർ ഇൻ എ പ്ലേസ്, കുറച്ച് ഫാമിലീസ് ഒരുമിച്ച് കൂടിയിട്ട് ഒരു സോഷ്യൽ ഗ്യാതറിംഗ് ആണ്, എല്ലാവരും ഉണ്ട്. ആൻഡ് അവരെന്തെങ്കിലും ഒരു പാട്ട് വെച്ചു, അത് ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത പാട്ടാ, ദ ചൈൽഡ് ഡസൻ ലൈക്ക്. കുറച്ചുകൂടി വലിയ കുട്ടി കേട്ടോ, ഒരു 5 വയസ്സ് 6 വയസ്സായ ഒരു കുട്ടി. ചെറിയ കുട്ടികളെ നമുക്ക് ഫുള്ളായി പറയാൻ പറ്റില്ല. ആ കുട്ടിക്ക് ആ പാട്ട് ഇഷ്ടമല്ല. ദർ ആർ സം കിഡ്സ്, അതിപ്പോൾ ഓഫ് ചെയ്യൂ, അതിപ്പോൾ ഓഫ് ചെയ്യൂ, എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലായ? ദാറ്റ് ചൈൽഡ് ഹാസ് ടു ലേൺ ദാറ്റ് എനിക്ക് ഉള്ള തോട്ട്സ് പോലെ തന്നെ വേറെ ആൾക്കാർക്കും തോട്ട്സ് ഉണ്ട്. ദിസ് ഈസ് ഓൾസോ കറക്റ്റ്, ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഐ ഹാവ് ടു വെയിറ്റ്. ഈ പാട്ട് കഴിയുമ്പോൾ അടുത്ത പാട്ട് എൻ്റെ ആവാം. അത് മനസ്സിലാക്കാനുള്ള ഏജ് യൂഷ്വലി ഒരു ഏജ് കഴിഞ്ഞിട്ട് വരില്ല, ഒരു 4-5 ഇയേഴ്സ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ നേരത്തെ വരും.
സെൽഫ് റെഗുലേഷൻ വെരി ഇമ്പോർട്ടൻ്റ്. ആ സോഷ്യൽ ഇൻറ്ററാക്ഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ ആസ് പേരൻറ്റ് ഇൻസ്റ്റിൽ ചെയ്യേണ്ടത്. അപ്പം ആ സെൽഫ് റെഗുലേഷൻ. സെക്കൻഡ് ഈസ് ഇമോഷണൽ റെഗുലേഷൻ. ഇമോഷണൽ റെഗുലേഷൻ ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് മരിച്ചിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്, എല്ലാവരും സങ്കടത്തിലാണ്. ആൻഡ് ഒരു കുട്ടിയോ അല്ലെങ്കിൽ 2 കുട്ടികളോ തമ്മിൽ ഭയങ്കരമായിട്ട് കളിയും ചിരിയും. ഓക്കെ, അവർക്കത് മനസ്സിലാവും. 4 വയസ്സ് കഴിഞ്ഞാൽ മനസ്സിലാവും. 4 വയസ്സ് കഴിയുമ്പോൾ അത് പക്ഷെ 4 വയസ്സ് കഴിഞ്ഞ കുട്ടികളും ചില കുട്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇമോഷണൽ റെഗുലേഷൻ. ഈ സെൽഫ് റെഗുലേഷനും ഇമോഷണൽ റെഗുലേഷനും വരണമെങ്കിൽ 6 months മുതൽ 6 മാസം മുതൽ തന്നെ നമ്മൾ നമ്മുടെ ഇൻറ്ററാക്ഷൻ, നമ്മൾ കുട്ടിയെ നോക്കി ചിരിക്കുന്നു. കുട്ടി വല്ലതും ചെയ്യുമ്പോൾ നമ്മൾ പ്രേസ് ചെയ്യുമ്പോൾ, കുട്ടി ചെയ്യണത് തെറ്റായി ചെയ്യുമ്പോൾ നമ്മൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, ദ വേ വി പുട്ട് ഇറ്റ്, ദ വേ വി കമ്മ്യൂണിക്കേറ്റ്, ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈ ഇമോഷണൽ റെഗുലേഷൻ നല്ല രീതിയിൽ ഡെവലപ്പ് ആയി വരാനായിട്ട് പാരൻസ് ഷുഡ് ടെൽ ലൈക്ക് എംപത്തി പറഞ്ഞു കൊടുക്കണം. യെസ്, എംപത്തി അതിൽ തെറ്റില്ല. ഇല്ല, അവർ പറഞ്ഞു കൊടുക്കണം എന്നില്ല, നമ്മൾ പെരുമാറിയാൽ മതി. പൂച്ചയ്ക്ക് ഒരു കാല് പൊട്ടി, പൂച്ച അവിടെ കിടക്കുന്നു, നമ്മൾ പൂച്ച എടുക്കും. അപ്പം നമ്മൾ പൂച്ചയുടെ കാല് ബാൻഡേജ് ചെയ്ത് കൊടുക്കണു. അപ്പം നമ്മൾ എംപത്തൈസ് ചെയ്യണു. You understand? Your activity is enough for a normal child to learn. Okay. How you behave will determine how the kids learn. If you come home tired and you get angry and you talk angrily, your child will also learn that. Okay. അപ്പോൾ അത് കാരണം, and then what happens? പേരൻസിന് മദേഴ്സിന് ഗിൽട്ട് വരണം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദ മദർ ഷുഡ് അവോയ്ഡ്. ഇതെല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നെവർ ബി ഗിൽട്ടി. ആ ഗിൽട്ട് വരുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ മെറ്റീരിയലിസ്റ്റിക് ഗിഫ്റ്റ് കൊടുക്കും. അതെ, ദാറ്റ് ഈസ് എ സെക്കൻഡ് റോങ് പോയിന്റ്. Remember, don't be guilty. Whatever happens, don't be guilty. You're not able to give enough amount of time to your child. You feel. You talk to somebody else is doing more. You feel I am doing less. Exactly. So to make the child happy, you give something. ഞാൻ പോകുമ്പോൾ ഇന്നിപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഈ സാധനം മേടിച്ചു. ദാറ്റ് ഈസ് എ സെക്കൻഡ് തെറ്റ്. പാരൻറ്റിങ്ങിന് ഇപ്പോൾ പല റൂൾസാണ്. സോ ഡോണ്ട് യു തിങ്ക് ലൈക്ക് ഓരോ ഈ മോം ഗിൽറ്റ് വരുന്നത് ഇസ് ബിക്കോസ് ലൈക്ക് പാരൻസ് ആർ ഗെറ്റിംഗ് ലൈക്ക് സെൽഫ് കോൺഷ്യസ്. അയ്യോ, എൻ്റെ പാരൻറ്റിങ് ടെക്നിക്ക് തെറ്റാ, അവർ നോക്കി എന്ത് നല്ല ജെൻറ്റിലായിട്ട് സംസാരിക്കണം, ഞാൻ എന്നും കയർക്കാണ്, ഞാൻ എന്നും എൻ്റെ തല നിന്നുകൊണ്ടിരിക്കുകയാണ്. സോ എം ഐ ടോർച്ചറിങ് മൈ കിഡ് എന്നൊരു തോട്ട് എനിക്കുണ്ടാവാറുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നത് എനിക്കുണ്ടാവാറുണ്ട്. ഞാൻ അടുത്തുള്ള ആൾ സംസാരിക്കുമ്പോൾ ഈശ്വര ഞാൻ എൻ്റെ മോനെ ടോർച്ചർ ചെയ്യാറുന്നൊരു തോട്ട്. അതിലാണ് ഞാൻ പറഞ്ഞത്, the effect is important. As long as your child is normal, maybe your parenting technique is passable. You have passed the exam. Okay. So just go by how your child is developing. If the child is not developing properly, then you try to find out what went wrong. Okay, whether something went wrong which you can yourself remedy, or you want some expert help to go and find out what went wrong. Another thing is, most people don't know till what is normal. എത്ര വരയ്ക്ക് നോർമലാണെന്ന്. ഇപ്പോൾ ഒരു കുട്ടി തെറ്റായിട്ടൊരു കാര്യം ചെയ്താൽ എങ്ങനെയാണ്, ടു ഹൗ മച്ച് എക്സ്റ്റെൻറ്റ് യു ക്യാൻ scold the child. So the scolding is not the problem, or telling him this is wrong is not the problem. Where and how you tell it is important. Suppose there are a lot of people in the house and the child goes and does something which is wrong, and you go and tell in front of everybody, nee ido angane endana cheyide adu tettana, the child loses all self esteem. Okay, എല്ലാവരെയും മുമ്പിൽ വെച്ചിട്ട് ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ചില തെറ്റുകൾ കുട്ടിക്ക് തന്നെ ഓട്ടോമാറ്റിക് മനസ്സിലാവും. ചിലപ്പോൾ കുട്ടി ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഓടും, ആ വെള്ളം അവിടെ മുഴുവൻ വീണ് പോകും. അപ്പൊ ആ വെള്ളം എടുത്ത് നീ ഓടിയ കാരണമാണ് വെള്ളം വീണ്, അല്ലാതെ വെള്ളം എടുത്തതല്ല തെറ്റ്. ഇവിടെ വാട്ട് ദേ വിൽ സേ, എന്താ നീ വെള്ളം എടുക്കാൻ പോയി, എന്നോട് ആരാ വെള്ളം എടുക്കാൻ പറഞ്ഞേ, പ്രായപ്പെടുത്താ മതി. എക്സാക്ട്ലി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, വാട്ട് എവർ മിസ്റ്റേക്ക് ഹി മെയ്ഡ്, 2 things you have to teach. ഇങ്ങനെ ഒരു സംഭവം നടന്ന, ഗോ ആൻഡ് ബ്രിങ് ന്യൂസ് പേപ്പർ. സാരില്ല, കുറച്ച് ന്യൂസ് പേപ്പർ കൊണ്ടുപോവാ, പഴയ ന്യൂസ് പേപ്പർ അതിന് മേലെ ഇട്ടോ, വെള്ളം പോയോ, യു ഡോണ്ട് ഹാവ് ടു ടെൽ ഹിം ബ്രിങ് വൺ തുണി ആൻഡ് ദിസ് തിങ്. അതിൽ ഹെൽപ്പ് ചെയ്യാം, അത് റെമഡി ചെയ്യാൻ നമ്മളും ഹെൽപ്പ് ചെയ്യാം. എന്നിട്ട് അത് ഇട്ടിട്ട് ക്ലീൻ ചെയ്യാം. ഡോണ്ട് ടെൽ എനിത്തിങ്. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ, ഇഫ് യുവർ ചൈൽഡ് ഇസ് അലോൺ വിത്ത് യു, വെൻ അതർ പീപ്പിൾ ആർ നോട്ട്, അപ്പം പറയാം, അതെ ആ വെള്ളം പിടിച്ച് നീ ഓടിയതാ തെറ്റിയെ, പതുക്കെ നടന്നാൽ മതി. സോ ആ സമയത്ത് നമ്മൾ കുറച്ച് മൈൻഡ്ഫുൾ പിന്നീടാണ് പറയേണ്ടത്. അല്ലാണ്ട് ആ സമയത്ത് അപ്പനെ അതെങ്ങനെ ചെയ്ത്
ചിലപ്പോൾ ഈ വക തെറ്റുകൾ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ നമ്മളും നമ്മുടെ മക്കളോടൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പൊ നമുക്ക് റിയലൈസേഷൻ ഉണ്ട്, ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബിക്കോസ് കുട്ടികൾക്ക് ഇമോഷണൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ്. ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് ഇതിപ്പോൾ ഒരു കോമൺ തിങ് ആയി തുടങ്ങി. പണ്ട് കാലത്ത് ആൾക്കാർക്ക് ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടെ അറിയില്ല, പക്ഷെ ഇപ്പോൾ ഒരു കോമൺ ടേമായി. ഈവൻ മൈ സ്മോൾ കിഡ്സ് ലൈക്ക് പറയുന്നുണ്ട് ആൻസൈറ്റി എന്ന വേർഡ് ഞാൻ പഠിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് കാർട്ടൂണിൽ പറയുന്നതൊക്കെ. സോ ദേ ആർ ലേണിംഗ് ഓൾ ദീസ് ടേംസ്. സോ അവർ വല്ല കോളേജിലൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഈവൻ വെൻ ദേ ഗോ ടു ദ ഔട്ട്സൈഡ്, ഹൗ കെൻ വി ബിൽഡ് ആൻ ഇമോഷണലി സ്ട്രോങ് കിഡ്? ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെത്തേഡൊന്നും ആർക്കും പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ വൺ മെത്തേഡ് ഈസ് you need not suffer something in order to learn about it. You can be exposed to it. I'll give you an example. Suppose you have orphanages where children are living with minimum facilities. You have people on the roads not getting food even. You have people who are suffering due to wars, right? So കുട്ടികൾക്ക് അതിൻ്റെ അവയർനെസ് കൊടുത്താൽ മതി that there are people like this in the world. നമ്മൾ ഡെയിലി നമ്മൾ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ പറയാതെ ദിസ് കൈൻഡ് ഓഫ് വാർ ഗോയിങ് ഓൺ, റഷ്യ ഉക്രൈൻ വാർ നടക്കുന്നുണ്ട്, അവിടെ ഇത് കണ്ടോ ഈ പിക്ചർ, ദിസ് ചൈൽഡ് പുവർ തിങ്, ദിസ് ചൈൽഡ് ഇസ് ലൈക്ക് ദിസ് ചൈൽഡ് ഇസ് നോട്ട് ഹാവിങ് യു ആർ ഹാവിങ് മദർ ആൻഡ് ഫാദർ ആൻഡ് എവറിബഡി നോ, സോ ദിസ് ചൈൽഡ് ഡസൻറ്റ് ഹാവ് ഓൾ ദാറ്റ്. ലൈക്ക് ദാറ്റ് സ്മോൾ tidbits you can commonly see. That's what everything should be common, you should have time for it. But when you're reading the paper, you see something which is very good, you see to it that a child who is about 9 years 10 years, of course you can't do this for very small children, ഒരു 9 വയസ്സ് 10 വയസ്സായ കുട്ടിക്ക് പറഞ്ഞത് കണ്ടോ ഇവരോട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ the world is having this kind of thing, number one. So you are helping the child to empathize. Second, when you get time, many people are doing it also. ഒരു ഓർഫനേജസിൽ പോയിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ വെച്ച് കഴിക്കില്ല, ഓർഫനേജിൽ പോയിട്ട് കൊടുക്കും. You can do that, or going to old age home. അപ്പോൾ once in a while you can do that, or you can do it in your family. ഇപ്പോൾ ഫാമിലിയിൽ തന്നെ വയസ്സായ ആൾക്കാർ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ that മുത്തശ്ശി is there, no, she's so old, poor thing, nobody is going to visit, നമുക്കൊന്ന് പോയി കണ്ടുവന്നാലോ, എന്നിട്ട് you go and you give her something. So the child learns that you are in a better situation compared to other people. Okay, so every time every human being needs stimulation. Okay, I am better off than the other people. Every person needs that. If that doesn't happen, you will go into depression. So intermittently some activities in your life should be such that you feel confident. Where kids are concerned, this activity should be from the parent angle. The parents can do it. It's a lifetime job. Being a parent, you may have only one Sunday you feel like going out with your friends and going here and there, and when your kids are there, you know you can't take your kids to that place. അപ്പോൾ ആ ഇനീഷ്യൽ ഡെവലപ്മെന്റിൽ 5 വയസ്സ് വരെ അത് കൃത്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റും. അതല്ലേ? ഓക്കെ. നമ്മൾ ആദ്യത്തെ കുട്ടികൾക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ആൻഡ് സം പാരന്റ്സ് ആർ കൺഫ്യൂസ്ഡ്. ഇപ്പോഴും ചോദിക്കും എൻ്റെ അടുത്ത്, അതായത് ആദ്യത്തെ ഒരു കുട്ടിയുണ്ട്, രണ്ടാമത് ഇപ്പോൾ പ്രസവിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, രണ്ടാമത്തെ കുട്ടിക്ക് ഓട്സ് കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ, അതായത് 6 മാസം കഴിഞ്ഞ് ഓട്സ് കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ, ബോയിൽഡ് ആയിട്ടുള്ള ബ്രോക്കലി കൊടുക്കുന്നതിൽ പ്രശ്നം, അങ്ങനെ ഇപ്പോഴും ഡൗട്ട്സ് ആണ്. ബിക്കോസ് എവറി നൗ ആൻഡ് ദെൻ ദെയർ ഇസ് ന്യൂ തിങ്സ്. 6 മാസം കഴിഞ്ഞ ശേഷം എന്താണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്? നല്ല ഫുഡാണ്, ഹോം ഫുഡാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ റെക്കമെൻഡേഷൻസ് തന്നെ ഉണ്ട്, നമ്മൾ സോൾട്ടും ഷുഗറും ഇടാൻ പാടില്ല. അപ്പം നമ്മുടെ പണ്ടത്തെ കുറുക്കുകളൊക്കെ പോയി. നമ്മൾ ഈ കുറുക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ മധുരം ഉണ്ടല്ലോ, അപ്പോൾ ഷുഗർ ഔട്ട് ആൻഡ് സോൾട്ട് ഔട്ട്. അപ്പോൾ 6 മാസം തൊട്ട് കുറുക്ക് കൊടുക്കും, ബ്ലാൻഡ് ആയി കൊടുക്കണം. ബിക്കോസ് അവർക്ക് നല്ല പോലെ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അവരുടെ ടേസ്റ്റ് ബഡ്സ് ഒരു ക്യൂബിക് സെന്റിമീറ്റർ എടുത്താൽ 1000 ടേസ്റ്റ് ബഡ്സാണ്, നമുക്ക് ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ആ ടേസ്റ്റ് അഡിക്ഷൻ വരും. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, അക്കോർഡിംഗ് ടു റൂൾസ് നമ്മൾ 1 ഗ്രാമിന് മേലെ 1 വയസ്സ് വരയ്ക്ക് ഉപ്പ് ചെല്ലാൻ പാടില്ല. 1 ഗ്രാം. ഇത് 1 ഗ്രാം ആണെങ്കിൽ നമ്മൾ അഡൽട്സ് ഒരു ദിവസത്തിൽ എത്ര ഉപ്പ കഴിക്കേണ്ട അറിയോ? എത്രയാണ്? 6 grams. അപ്പോൾ 10 വയസ്സിന് മേലെയുള്ള കുട്ടികളും നമ്മളും ഒരു 6 grams പറഞ്ഞാൽ ഒരു ടീസ്പൂണിന് ഒരു പൊടി കൂടുതലോ അത്രേ പാടുള്ളൂ. ഈ 1 വയസ്സും 10 വയസ്സിൻ്റെ ഇടയ്ക്ക് ഇത് കുറേശ്ശെ കൂടും. 2 വയസ്സ് വരെ 2 ഗ്രാം, പിന്നെ ഒരു 3 ഗ്രാം, പിന്നെ ഒരു 4 ഗ്രാം, അങ്ങനെ കൂടി 10 വയസ്സ് 11 വയസ്സാവുമ്പോഴേ ഈ 6 ഗ്രാം വരുന്നുള്ളൂ. അപ്പോൾ ഇഫ് യു യൂസ് പാക്കേജ്ഡ് ഫുഡ്, ഓട്ടോമാറ്റിക് സോൾട്ട്.
എന്ത് സാധനവും പാക്കേജ്ഡ് ആണെങ്കിൽ കേടുവരാതിരിക്കാൻ അതിൽ ഉപ്പുണ്ടാവും. ഒരു പാക്കറ്റ് ഓഫ് ലേസ് കഴിച്ചാൽ തന്നെ ഉപ്പ് വന്നു. ജങ്ക് ഫുഡ്, അൾട്രാ ഫുള്ളി റിഫൈൻഡ് ആയിട്ട് ഓൾ റെഡി ടു ഈറ്റ് ഫുഡിൽ അത്. ദെൻ ന്യൂട്രീഷണലി ഇൻഅപ്രോപ്രിയേറ്റ് ഫുഡ്. ന്യൂട്രീഷണലി ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ബർഗർ, എക്സാക്ട്ലി, ബർഗേഴ്സ്, പിസ്സാസ്. ദെൻ കാർബണേറ്റഡ് കാഫിനേറ്റഡ് ഫുഡ്സ്, നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, 7up, Pepsi, ആൻഡ് കാഫിനേറ്റഡ് മീൻസ് കോഫി, ടീ, ആൻഡ് ഷുഗർ സ്വീറ്റ്സ്. Till what age? As long as you're a child. Any age. If you avoid this, even your day-to-day life, it's good. It's good. Exactly. Junk food for anybody is junk. When you are going out, നമ്മൾ കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിൽ വിട്ടിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് കഴിക്കാൻ പാകത്തിന് വല്ല ഫുഡ് കൊടുത്ത് വെക്കണമല്ലോ, അതിലാണ് ഈ ജങ്ക് വരുന്നത്. അപ്പോൾ പേരൻസ് വല്ലയും ബ്രെഡ് മേടിച്ചു. Bread is junk. It is already prepared food. അപ്പോൾ either they'll keep some bread or they'll keep some biscuits or they'll keep something from the shop for eating. അപ്പോൾ automatically you are giving an option to the child. ഇത് കഴിച്ചില്ലെങ്കിൽ ഇത് കഴിച്ചാൽ മതി. അപ്പം നിങ്ങൾ നാളെ ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ വെച്ചിട്ട് നോർമലായിട്ടുള്ള വീട്ടിലത്തെ ഫുഡ് വെക്കുമ്പോൾ ആ കുട്ടി പറയും, ടുഡേ ഐ ഡോണ്ട് വാണ്ട് ദിസ്, ഐ വാണ്ട് ബ്രെഡ്. How you will say no? You only give. ഓപ്ഷൻ ഇല്ലെങ്കിലേ അവർ കഴിക്കാൻ പഠിക്കുള്ളൂ. നമ്മളത് കൊടുക്കുന്ന കാരണമാണ് അവർക്ക് വീട്ടിലത്തെ ഭക്ഷണം വലിയ താല്പര്യമില്ലാത്തത്. Everybody feels juice is good. According to American Academy, 2 വയസ്സ് വരെ no juice. After that you can give homemade juice, which is not sweetened. It's not sweetened. ഷുഗർ ഇടരുത്. ഷുഗർ ഇടാതെ നോർമൽ ഫ്രൂട്ടിനെ ജ്യൂസ് ആക്കി 125 ml per day. 5 years കഴിഞ്ഞ 250 ml. That's all. This is, see, if you inculcate this habit in your child, today the child may be feeling upset, but when the child grows up and ആ കുട്ടിക്ക് BP ഇല്ല, ഡയബറ്റീസ് ഇല്ല, അസുഖമില്ല, he'll thank you. Inclined to eat home food. Even in home food, you don't traditional food കഴിക്കണം എന്നില്ല. നമ്മൾ പണ്ട് കാലത്ത് ഇങ്ങനെ കഴിച്ചിരുന്നു, വെളിച്ചെണ്ണയിൽ വറുത്ത് കഴിച്ചിരുന്നു, എല്ലാം അങ്ങനെ കഴിക്കണം എന്നില്ല. ബിക്കോസ് പണ്ട് കാലത്ത് ചെയ്ത അധ്വാനം ഇപ്പോൾ നമ്മളും അവരും ചെയ്യുന്നില്ല. അപ്പോൾ see to it that oil consumption is less. And how important is physical exercise കുട്ടികളിൽ? Physical exercise means കാൽക്കുലേറ്റ് ചെയ്ത എക്സസൈസ് വേണ്ട, പക്ഷെ പ്ലേ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പ്ലേ കളിക്കണം, ഡെയിലി കളിച്ചിരിക്കണം. നോൺ കോമ്പറ്റീറ്റീവ് പ്ലേ. നോൺ കോമ്പറ്റീറ്റീവ് പ്ലേ മീൻസ് വല്ല ഫുട്ബോൾ കോച്ചിങ്ങിനോ ക്രിക്കറ്റ് കോച്ചിങ്ങിനോ ഇടണ പ്ലേ അല്ല. വൈ സോ? അതും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലേ? അത് ഫിസിക്കൽ ആക്ടിവിറ്റി വിത്ത് എൻ എയിം. So the coach tells you how much you should run or how much you should exert. That adds a stress. So when you play, it should be free play. Wherein today I lose, tomorrow I win, day after I win, again I lose. Play is important. അവിടെ നിന്നാണ് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കുട്ടികൾക്ക് ഉണ്ടാവുക. സ്പോർട്സ്മാൻ സ്പിരിറ്റും വരും, ഹാപ്പിനെസ്സും വരും. നിങ്ങളിപ്പോൾ ഫുൾ ഡേ സ്കൂളിൽ വെരി അപ്സെറ്റ് ആയിരുന്നു എന്ന് വെച്ചോ, യു ആർ വെരി അപ്സെറ്റ് ഇൻ സ്കൂൾ, ടീച്ചർ ചീത്ത പറഞ്ഞു പോകുന്നത്. വൈകുന്നേരം വന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ വെറുതെ കളിച്ചു, എൻജോയ് ചെയ്തു, യു വിൽ ഫർഗെറ്റ് ദാറ്റ്. പിന്നെ നാളെ സ്കൂളിൽ പോകുമ്പോഴേ അത് ഓർമ്മ വരുള്ളൂ, ആ ടീച്ചർ ഇങ്ങനെ സംസാരിച്ചു. നിങ്ങൾ രാത്രി സുഖം ഓർമ്മ. എത്ര നേരം കളിക്കണം? അങ്ങനെ ടൈം ഉണ്ടോ? അങ്ങനെ ടൈം ഒന്നുമില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് 2 to 4 hours ഓഫ് പ്ലേ പെർ ഡേ. 2 to 4 hours ഓഫ് പ്ലേ. 2 hours എങ്കിലും എന്തായാലും കളിക്കണം. 2 hours മസ്റ്റ്. ഓടിച്ചാടി കളിക്കണം. ഞാനൊരു കാര്യം പറയുന്നത്, കാരണം മാം ഇത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ലൈക്ക് എൻ്റെ മോൻ്റെ ഒപ്പമാണ് ട്യൂഷന് പോവാം. സോ സ്കൂള് എൻസ് അറ്റ് 9 o'clock സ്റ്റാർട്ട് ചെയ്യും, 4 o'clock സ്കൂളിൽ വിടും, 4 to 5 സ്നാക്ക് ടൈം, 5 to 6 ട്യൂഷൻ, അത് കഴിഞ്ഞ് 6 to 7 വീട്ടിൽ വന്നിട്ട് അമ്മയുടെ ട്യൂഷൻ, പിന്നെ 7 o'clock ബെഡ് ടൈം. സോ കിഡ് ഡസൻറ്റ് ഹാവ് എനി ടൈം ടു പ്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവില്ലേ? 100%. വൈ ഡു യു തിങ്ക് പീപ്പിൾ ആർ സ്ട്രെസ്ഡ്? ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഒരു IT സെക്ടറിൽ വൺ ഗേൾ ഇൻ പൂനെ apparently died of cardiac arrest, and they were saying because the workload was too much, that is why cardiac arrest. A young girl, it has come in the papers, working in Ernst & Young. So stress will always be there. Stress is not
something you can remove from your this thing. It's going to be there. It is how you deal with the stress that's important. If you deal with the stress in a bad manner, your organs are also going to revolt. Every organ, whether it's the heart, it's the liver, you think of your organs as things which are helping you. Your organs are not yours. They are given to you for rent. I always tell my patients and my people at home, they are there only as long as you live. So they are working for you. So be gentle on them. അപ്പോൾ അവർക്ക് സ്ട്രെസ് ആവണം, അവർക്ക് പറ്റണില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് തടി കൂടുമ്പോൾ അത്രയും ലോഡ് ആ ലിവറും ആ ഹാർട്ടും ഒക്കെ എടുക്കണ്ടേ? എന്തിന്? വാട്ട് ഹാവ് യു ഡൺ ഫോർ യുവർ ഓർഗൻ? നത്തിങ്. സോ തിങ്ക് ലൈക്ക് ദാറ്റ്, so that you are able to control your lifestyle. If your lifestyle is proper, you will be physically, mentally and psychologically healthy. So all parents out there who is willing to do all sorts of physical activity, വേണ്ട കളിക്കാൻ വിടണ്ട എന്ന് പറയുന്നത്, പ്ലീസ് 2 hours കളിക്കാൻ വിടൂ കുട്ടികളെ. കളിക്കാൻ വിടൂ. ആൻഡ് അച്ചീവ് ചെയ്യാനുള്ള കളിയല്ല, ഇൻഫോർമൽ ആയിട്ട് കുറെ പാരന്റ്സ് സ്വിമ്മിങ്ങിന് വിടുന്നു, അത് ഫിസിക്കൽ ആക്ടിവിറ്റി ആണെന്ന് വിചാരിച്ച് വിടുന്നു. പക്ഷെ അതിലെന്താ പറ്റുന്ന വെച്ചാൽ ഈ സ്വിമ്മിങ്ങിന് വിടാനായിട്ട് ഈ പേരന്റ് കുട്ടിയുടെ കൂടെ സ്വിമ്മിങ് പൂളിലേക്ക് പോകണം. ആ സ്വിമ്മിങ് കഴിഞ്ഞ് ആ കുട്ടീനെ തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ ആ സ്ട്രെസ് പേരന്റിന് വന്നു. അതെ. അപ്പൊ ഇന്ന് ആ പേരന്റിന് പോവാൻ പറ്റിയില്ലെങ്കിൽ കുട്ടിക്ക് പോവാൻ പറ്റിയില്ല. അപ്പൊ പേരന്റിന് ഗിൽട്ട് വന്നു. അപ്പൊ പ്ലേ ഷുഡ് ബി ഈസി ടു ആക്സസ്. ഒരു if you are living in a social place where there are many kids, you can share. ഇന്ന് ഞാൻ അവിടെ പോയി ഇരിക്കാം, എല്ലാ കുട്ടികളും കളിച്ചോട്ടെ. നാളെ somebody else's mother goes and sits over there. Third, why do we need that? Because ipo environment is the people are so bad that you are hearing so many bad stories. Appa kali sthalathu, suppose it's a building and children are all playing, one parent should be there. Today one parent, tomorrow another person's parent. Allegedly close community where security guards are always there. If it is a bounded area, boundary ulla area ആണെങ്കിൽ പ്രശ്നമില്ല. ബൗണ്ടറി ഇല്ലാതെ പുറത്ത് പോകാൻ സാധ്യതയുള്ളതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് സംബഡി, പണ്ട് ഓൾഡ് പീപ്പിൾ യൂസ് ടു സിറ്റ്, വയസ്സായ ആൾക്കാർ അവിടെ ഉണ്ടാവും, ഒരു കീപ്പ് ഓൺ ട്രാക്ക് കുട്ടികൾ അവിടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടേൺ എടുത്ത് നോർമൽ കളി. സോ നൗഡേയ്സ് ഇപ്പോൾ എല്ലാവർക്കും ADHD എന്താണെന്നും ഡിസ്ലെക്സിയ എന്താണെന്നും ഓട്ടിസം എന്താണെന്നും ഒക്കെ അറിയാം. പക്ഷേ ഡോണ്ട് യു തിങ്ക് ദർ ഇസ് എ മിസ്ഡയഗ്നോസിസ് ഹാപ്പനിങ്? ബിക്കോസ് ഇപ്പോൾ കുറേ ഇൻസ്റ്റഗ്രാം ഡോക്ടേഴ്സ് വരുന്നുണ്ട്. പാരൻസ് ആർ ലൈക്ക് ഓക്കെ അത് റിലൈ ചെയ്യാം. ആൻഡ് ഇഫ് പെർട്ടിക്കുലർലി നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഡോക്ടറിനെ കംപ്ലീറ്റ് വിശ്വസിക്കും. സോ അതിൻ്റെ ഡേഞ്ചേഴ്സ് എന്താണ്? മേ പ്രോബബ്ലി ഹെൽപ്പ് ഇൻ ഐഡൻറ്റിഫൈങ്. ഇപ്പം അറിയാതെ പോയ ഒരു പേരൻറ്റിന് ആ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് ചില പേരൻസ് മനസ്സിലാക്കില്ല. അപ്പം അത് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് മേ ഹെൽപ്പ് ദം, അവയർനെസ് വരും. ചിലപ്പോൾ എൻ്റെ കുട്ടി അങ്ങനെ ആവുമോ, അപ്പം ദെൻ ദേ ഷുഡ് ടേക്ക് പ്രോപ്പർ കൗൺസിലിംഗ്. അത് മാത്രം റിലൈ ചെയ്യല്ല, they should go to a proper place, get assessment done, and if it is a correctable condition, അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഫുള്ളായിട്ട് ഡയഗ്നോസിസ് അത് വെച്ച് ചെയ്യാൻ വേണ്ട. ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് മനസ്സിൽ വെച്ച് റിമെമ്പർ, മോസ്റ്റ് പ്രോബ്ലംസ് ആർ നോട്ട് റെയർ. ഇപ്പം ഈ ADHD പറഞ്ഞു, ഓട്ടിസം പറയുന്നു, പിന്നെ സോ മെനി അതർ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വെരി കോമൺ ആണ് ഇപ്പോൾ. അപ്പം എൻ്റെ കുട്ടിക്ക് മാത്രം എങ്ങനെയായി, എൻ്റെ കുട്ടിക്ക് വന്നത് ഞാൻ ശരിയാവാത്ത കാരണമാണ് എന്നുള്ളൊരു ഗിൽട്ട് വെക്കേണ്ട ആവശ്യമില്ല. എന്ത് വന്നാലും അത് നമ്മൾ കറക്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം ഈ ADHD ഓട്ടിസം ഇതൊക്കെ ചെറുപ്പത്തിലെ ഡിറ്റക്ട് ചെയ്യാം. അതിനാണ് ചെറുപ്പത്തിൽ, അതാ ഞാൻ പറഞ്ഞ 18 months സ്കാനിങ്ങിലൊന്നും ഇല്ല. പക്ഷേ നമ്മുടെ ഇൻട്രാ യൂട്രൈൻ ലൈഫും ആ ഫസ്റ്റ് 2 years ഓഫ് ലൈഫ്, 1000 days, ആ ഒരു സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ ഗ്രോത്ത് ഓഫ് ദ ബേബി ഈസ് ഗുഡ്, നന്നായി ഗ്രോ ചെയ്ത് നോർമൽ വെയിറ്റ് ആയിട്ട് വരുന്ന കുട്ടിയാണെങ്കിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കുറവാണ്. പിന്നെ ചില ഹിൻസ് ഉണ്ട്. അപ്പോൾ എക്സസൈസ് വോമിറ്റ് ചെയ്യണ മദർ, ഒരു ഹൈപ്പർ എമിസിസ് പ്രഗ്നൻസി സമയത്ത്, അപ്പോൾ ആ കുട്ടിക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം. മദേഴ്സിന് വല്ല ഡിസീസസ് ഉണ്ടെങ്കിൽ, ഷുഗർ, BP, അല്ലെങ്കിൽ ആ പ്രഗ്നൻസി റിലേറ്റഡ് ഡിസീസസ്,
അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൈക്കോളജി സൈക്കോളജിക്കലി അല്ല, ദർ ഈസ് എ ചാൻസ് ദാറ്റ് ദ ബേബി ഹു ഇസ് ഗോയിങ് ടു ബി ബോൺ മേ ഹാവ് സം പ്രോബ്ലംസ്. ഉണ്ടാവും എന്നൊന്നും ഒരാൾക്ക് പറയാൻ പറ്റില്ല, പക്ഷെ പ്രോബ്ലംസ് വരാം എന്ന് മാത്രം വെക്കാം. പ്രോബ്ലംസ് വരും എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഈവൻ ഇൻ ദാറ്റ് വാട്ട് എവർ ഗോസ് റോങ്, കറക്റ്റ് ഇറ്റ്. ഡോണ്ട് തിങ്ക് ഓഫ് ഫർദർ. ഡോണ്ട് തിങ്ക് ഇതിങ്ങനെയായി അപ്പം എൻ്റെ കുട്ടി അബ്നോർമൽ ആയിരിക്കും, കുട്ടി നോർമൽ അല്ലയോ, ഈ കുട്ടി ചിരിക്കില്ല. ഐ ഹാവ് സം മദേഴ്സ് യുനോ, അത് എന്നെ നോക്കി ചിരിക്കില്ല, അവരെ നോക്കി ചിരിക്കില്ല. ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചാൽ ചിരിക്കില്ല, ഇങ്ങനെ പിടിച്ചാൽ ചിരിക്കില്ല. അങ്ങനെ കുറെ പേരുണ്ട്. അപ്പോൾ ഡോണ്ട് തിങ്ക് ടു മച്ച്. ബിക്കോസ് ഈച്ച് പേഴ്സൺ ഇസ് എ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ. എവറി ചൈൽഡ് ഇസ് എ സെപ്പറേറ്റ് പേഴ്സൺ. ഹി ഈസ് ഓൺലി കമ്മിങ് ത്രൂ യു. ഹി ഓർ ഷീ ഇസ് നോട്ട് യു. അപ്പൊ അവർക്ക് വരുന്ന കാര്യങ്ങൾ അവർ തന്നെ നേരിടണം. അവർ നേരിടണേനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു people, the closest people who can help a child are the parents. Okay. After God, next God or Almighty or whoever, somebody is creating all of us. അത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് പേഴ്സൺ ഈസ് പേരൻസ്. അപ്പം അത് നമ്മൾ നന്നായി ചെയ്താൽ മതി. ഒരു ഡെന്റിസ്റ്റ് പറഞ്ഞൊരു സംഭവമാണ്, അതായത് കുട്ടികൾ വീണ് കഴിഞ്ഞാൽ യു ഡോണ്ട് നീഡ് ടു വറി, ബിക്കോസ് കുട്ടികളുടെ ബോൺസ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്, ഇറ്റ്സ് ഈസിലി ഇറ്റ് ക്യാൻ ബി റിപ്പയർഡ്. ഈസ് ഇറ്റ് ട്രൂ? അങ്ങനെയല്ല, എന്നും വീഴ്ചയുള്ള അങ്ങനെയൊന്നുമില്ല. ഹീലിംഗ് പ്രോസസ്സ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷെ അവരുടെ ബോൺ, ദാറ്റ് ഇസ് ഓൾസോ ട്രൂ, ബോൺ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രോത്ത് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് എല്ല് പൊട്ടണം എന്നില്ല, എല്ല് പൊട്ടാൻ പാടില്ല. ഏത് ഏജ് ആയാലും വീഴ്ച ഷുഡ് നോട്ട് കോസ് എ എല്ല് പൊട്ടൽ. ഇപ്പോൾ എപ്പോഴും വീഴുന്ന ഒരു കുട്ടിയാണ്, എപ്പോൾ ഞാൻ വിട്ടാലും ആ കുട്ടി വീഴുണ്ടെങ്കിൽ ഒന്നോ ആ കുട്ടിക്ക് ശ്രദ്ധ കുറവാണ്, ആ കുട്ടി ഈസ് എ ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡ് പ്രോബബ്ലി, ആവശ്യമില്ലാണ്ട് വീഴാണ്. അല്ലെങ്കിൽ ആ വീഴ്ച വരാൻ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാവാം. ഓക്കെ. ഓർ തേർഡ്, ആ കുട്ടി കളിക്കണ പരിപാടികൾ, ദാറ്റ് പ്ലേ ഈസ് എ വെരി ഡേഞ്ചറസ് പ്ലേ. ഓർ ദ പ്ലേസ് വെയർ ദ ചൈൽഡ് ഇസ് പ്ലേയിങ് ഈസ് നോട്ട് എ സേഫ് പ്ലേസ്. മീൻസ് ഭയങ്കര സിമെന്റ് തറയാണ്, ഭയങ്കര ഹാർഡ് പ്ലേസിന് അപ്പോൾ ആ കുട്ടി വീഴുമ്പോൾ തട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴൊന്നും വീഴില്ല. ഒരു ലൈഫ് ടൈമിൽ ഒരു കുട്ടി ഒരു പ്രാവശ്യം വീണു, ഒരു എല്ല് പൊട്ടി എന്ന് പറയുന്നത് പ്രശ്നമല്ല. പക്ഷെ അല്ലാതെ എല്ലാ മാസവും കളിക്കുമ്പോൾ എല്ലാ മാസവും എല്ല് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ്, അതിൽ വല്ലതും പ്രശ്നമുണ്ടോ. അങ്ങനെയൊന്നുമില്ല. വീഴും വിചാരിച്ച് കളിക്കാൻ വിടാതെ ഒന്നും ഇരിക്കില്ല. വീണോട്ടെ, വീണയിൽ വരണ പരിക്ക്, വാട്ട് യു ഗെറ്റ് ഹേർട്ട്, അത് ഡേഞ്ചറസ് ആയിട്ട് ആവാൻ പാടില്ല. ചെറിയ സ്കിന്നൊക്കെ പോവും, സ്കിന്ന് പൊട്ടി അങ്ങനെയൊക്കെ വരും, അതൊക്കെ ഇറ്റ്സ് നോർമൽ. എല്ലാ കുട്ടികൾക്കും വരും. മാം, ഈ എന്താ പറയുക, കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങൾ, ഈ പനി ആയാലും ശരി, കോൾഡ് ആയാലും ശരി, വെൻ ഇസ് ദ ടൈം മരുന്ന് കൊടുക്കേണ്ട സമയം എപ്പോഴാണ്? അതായത് തെർമോമീറ്ററിൽ ടെമ്പറേച്ചർ കാണുന്നുണ്ടാവില്ല, പക്ഷെ ചെറിയ ഉള്ളിൽ ചൂട് കിട്ടുന്നുണ്ട്, തല ചൂടാവുന്നു, അപ്പം തന്നെ മരുന്ന് കൊടുക്കുന്ന പാരൻസ് ഉണ്ട്. ഇസ് ദാറ്റ് റോങ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ അപ്പം തന്നെ കൊടുക്കൊന്നും വേണ്ട. പനി 100 ഡിഗ്രി പനി ഉണ്ടെങ്കിൽ മാത്രമേ പനിയുടെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഏത് പേരൻ്റ് എന്ത് ചെയ്യണം ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് പേരൻസ് അവയർനെസ്സും എഡ്യൂക്കേഷൻ ലെവലും. ചില പേരൻസിന് കണ്ടാൽ മനസ്സിലാവും, ഇതിപ്പോൾ മറ്റേ ആൾക്ക് കോൾഡ് ഉണ്ടായിരുന്നത് കിട്ടിയതാണ് തോന്നുന്നുണ്ട്, ആൻഡ് ഐ ക്യാൻ വെയിറ്റ് തോന്നണ പേരൻസ് ഉണ്ട്. യു ക്യാൻ വെയിറ്റ്. ഐ ഓൾവേസ് ടെൽ മൈ പേഷ്യൻസ് ഒരു 1 or 2 days or like 3 or 4 days വെറും പനിയാണ്, കുട്ടി ആക്റ്റീവാണ്, വേറെ കുഴപ്പമില്ല, 3 or 4 days വെയിറ്റ് ചെയ്യാം. ഓൺലി ഫീവർ ആണെങ്കിൽ, ഫീവറിന്റെ കൂടെ വേറെ സിംറ്റംസ് ഉണ്ടെങ്കിൽ the thing changes. പക്ഷെ ഫീവർ മാത്രമാണ്, and there is fever going on in the locality, you think it's a viral fever, you don't be in a hurry to. നിങ്ങൾക്ക് അറിയാം പാരസ്റ്റമോളിൻ്റെ ഡോസ് അറിയാം, നിങ്ങൾക്ക് കൊടുക്കാം, 3 times a day വെച്ച് കൊടുക്കാം. പനി ഇല്ലാത്തപ്പോൾ കുട്ടി ആക്റ്റീവ്, യു വെയിറ്റ്. അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് ചില ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ പനി വന്നു, ഞങ്ങളെ കൺസൾട്ട് ചെയ്യാതെ അങ്ങനെ മരുന്നൊന്നും കൊടുക്കാൻ പാടില്ല. അല്ല, പാരസ്റ്റമോൾ കൊടുക്കണേന് ഒരു തെറ്റുമില്ല. ബിക്കോസ് പനി കൂടി ഫിറ്റ്സ് വന്ന് ഡോക്ടറെ അടുത്ത് ഓടേണ്ട ആവശ്യമില്ല. പനി ഉണ്ടോ, പനിയുടെ മരുന്ന് കൊടുക്കാം, ബാക്കിയൊന്നും നിങ്ങൾക്ക് കൊടുക്കണ്ട. പക്ഷെ പനിയുടെ മരുന്ന് നിങ്ങൾക്ക് കൊടുക്കാം, ഒരു ഹാമില്ല. ബട്ട് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എനിക്ക് അറിയില്ല, ഞാൻ വെറുതെ ഒരു കുപ്പി എടുത്തു, 2-3 കുട്ടികൾ വീട്ടിലുണ്ട്, ഒരു പാരസ്റ്റമോളിൻ്റെ കുപ്പിൻ്റെ, മൂത്താൾക്ക് കൊടുക്കണ ഡോസ് ചെറിയ ആൾക്ക് എടുത്തു കൊടുത്തു. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ കൊടുക്കാതിരിക്കാൻ ബുദ്ധി. ബട്ട് ഇഫ് യു ആർ നോയിങ് അബൌട്ട് ഇറ്റ് ആൻഡ് യു ടേക്ക് 2 or 3 days നിങ്ങൾ പാരസ്റ്റമോൾ കൊടുക്കണേന് ഹാമൊന്നുമില്ല. അതൊന്ന്. പിന്നെ എപ്പോഴും അസുഖം വരുന്നുണ്ടെങ്കിൽ, എപ്പോഴും പനി വരുന്ന കുട്ടിയാണെങ്കിൽ അതിനും കാരണമുണ്ടാവും. അപ്പം അത് നിങ്ങൾ ട്രീറ്റ് ചെയ്യും.
എപ്പോഴും പനി വരുന്നു, ആ കുട്ടിക്ക് എപ്പോഴും പനി വരുന്നു, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു. ദാറ്റ് ഈസ് എ റീസൺ ഫോർ ഇറ്റ്. അത് കാണിച്ച് ഡോക്ടറെ കാണിച്ച് എന്താണ് ഇത് കണ്ടു അതും ട്രീറ്റ് ചെയ്യും. ഇമ്മ്യൂണിറ്റി കുറവാവുന്ന കാരണമാണ്. ഇമ്മ്യൂണിറ്റി കുറവാവണം എന്നില്ല, ആ അണുക്കൾ ചിലപ്പോൾ സ്ട്രോങ് ആവാം. ദറ്റ് വൈറസ് മേ ബി എ സ്ട്രോങ് വൈറസ്. ഫോർ ഇൻസ്റ്റൻസ് ഫ്ലൂ ആണെന്ന് വെച്ചോളൂ, ഫ്ലൂ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ വരും. ആ ഫ്ലൂ വരുമ്പോൾ ഹൈ ഫീവർ വരും, അത് മാറിയെടുക്കാനും സമയമെടുക്കും. ഇപ്പോൾ ഫ്ലൂവിന് വാക്സിൻ ഉണ്ട്. അപ്പോൾ എപ്പോഴെപ്പോഴും ഫ്ലൂ കോൺട്രാക്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഫ്ലൂ വരുമ്പോൾ ആ കുട്ടിക്ക് ശ്വാസം മുട്ട് വരുന്നത്, ആസ്മാറ്റിക് കുട്ടിയാണ്, അങ്ങനെയാണെങ്കിൽ അതിന് വാക്സിൻ എടുത്തോളൂ. സോ ഈച്ച് പേഴ്സൺ ഈസ് ടൈലർ മെയ്ഡ്. ഓരോരുത്തർക്കും ഓരോ ഇതനുസരിച്ചിരിക്കും. എല്ലാവർക്കും എല്ലാം എന്ന് പറയുന്നത് ശരി. ദാറ്റ്സ് വാട്ട് ഐ സേ ദാറ്റ് പ്രോട്ടോകോൾ കോൺസെപ്റ്റ് എന്നെ പോലെ ഒരാൾ മേ ബി യു മേ അഗ്രി ടു ഇറ്റ്, ഡസൻ അഡിയർ ടു ഇറ്റ്. You cannot have a protocol for everybody. Okay. You can have a protocol for the majority, but for the other rest, you may have a tailor-made advice. എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ലല്ലോ. മാം, ഈ പനി വരുമ്പോൾ ഫിറ്റ്സ് വരുന്ന സംഭവം ലൈക്ക് അതെന്താ കുട്ടികളിലാണ് അത് കാണുന്നത്? 5 വയസ്സ് വരെ അതിനൊരു പെർട്ടിക്കുലർ പേരുണ്ട്, ഫീബ്രൈൽ സീഷേഴ്സ്. അതെന്താ മാം അത് സംഭവം? അത് പനി വന്നിട്ട് വരുന്ന ഫിറ്റ്സ് തന്നെയാണ്. പനി ഒരു 100 ഡിഗ്രി എത്തുമ്പോഴേക്ക് വരും. ഒരു 6 ഇയേഴ്സ് വരെ വരാൻ സാധ്യതയുണ്ട്. അത് യൂഷ്വലി ചിലപ്പോൾ ഫാമിലിയിൽ ഹിസ്റ്ററി ഉണ്ടാവും. ഒരു കുട്ടിക്ക് ഉണ്ട്, മറ്റേ കുട്ടിക്കും വന്നു, കുറേ കുട്ടികൾക്ക് വരും. ഇറ്റ്സ് നോട്ട് സോ അൺകോമൺ, വെരി കോമൺ ആണ്. പനി വന്നിട്ട് ഇല്ല, പനി വന്നിട്ട് വരുന്ന ഫിറ്റ്സിൽ ബ്രെയിനിന് വലിയ ഡാമേജ് ഒന്നും വരാറില്ല. പക്ഷെ പനി വന്നിട്ട് വരുന്ന ഫിറ്റ്സിന് നിർബന്ധമായി ഡോക്ടറെ കാണണം. ബിക്കോസ് നമ്മളായിട്ട് സ്വയം ഡയഗ്നോസ് ചെയ്യരുത്. ഈ പനി വന്നിട്ട് വന്ന ഫിറ്റ്സ് അത് കാരണമാണോ അതോ വേറെ വല്ല ടൈപ്പ്, അത് ആ ഹിസ്റ്ററി എടുത്ത് ആ കുട്ടിയെ എക്സാമിൻ ചെയ്താൽ ഒരു നല്ല പീഡിയാട്രിഷ്യന് മനസ്സിലാവും. ഓക്കെ, പനി വന്നിട്ടുള്ള ഫിറ്റ്സ് അല്ല, വേറെ ടൈപ്പാണ്. അത്രയാണ്. ഈ ഒരു വട്ടം ലൈഫിൽ ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും റിക്കറിംഗ് ആയിട്ടൊരു ഫിയർ ആണെന്ന് പറയുന്നത് ശരിയാണോ? ഫീവർ വന്നിട്ടുള്ള ഫിറ്റ്സ് 6 ഇയേഴ്സ് വരെ റിക്കർ ചെയ്യാം. ഓക്കെ. പിന്നെ എപ്പിലെപ്സി റിക്കർ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇറ്റ് ഡിപ്പെൻസ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് കാണുന്നതാണ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്, കുട്ടി ജനിച്ചു കഴിഞ്ഞ ശേഷം. പക്ഷേ ഞാൻ പ്രസവിച്ചപ്പോഴും ഞാൻ എൻ്റെ 2 മക്കൾ ഡെലിവറി കൊടുത്തു, എനിക്ക് അങ്ങനെ സ്കിൻ ടു സ്കിൻ ടച്ച് കിട്ടിയില്ല. അതായത് കുട്ടീനെ എടുത്തുകൊണ്ട് പോയി നോക്കി കാണിച്ചു, ഒരു ഉമ്മ കൊടുക്കുന്നു പറഞ്ഞാൽ ഉമ്മ കൊടുത്തു. പക്ഷെ നമ്മൾ പുറനാട്ടിൽ കാണുകയാണെങ്കിൽ ആക്ച്വലി റിമൂവ് ചെയ്ത് സ്പോട്ട് കുട്ടീനെ ചെസ്റ്റോട് ചെസ്റ്റ്. ഇവന് അച്ഛനും അങ്ങനെ ചെയ്യണം, കുറച്ച് നേരം ചെയ്യാം, അച്ഛനും ചെയ്യാം. അത് ശരി, ഇറ്റ്സ് എൻ ഓപ്ഷൻ. ഓക്കെ. ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ സംഗീതയുടെ ഡെലിവറി സമയത്ത് ഇത്രയ്ക്ക് ഓപ്പണായി ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ നമ്മുടെ കൺട്രിയിലും വന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസും ഉണ്ട്. ഇറ്റ് സ്റ്റാർട്ട്സ് ഈവൻ ഫ്രം ദ ഡെലിവറി. ഓക്കെ. ഡെലിവറിക്ക് മുമ്പ് തന്നെ ബർത്തിങ് പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഉള്ളിൽ കയറാം ലേബർ റൂമിൽ. ഹസ്ബൻഡ് അല്ല, ഹസ്ബൻഡിനും പോവാം, ബർത്തിങ് പാർട്ട്ണർ ഒരാൾക്ക്. എക്സാക്ട്ലി. അപ്പൊ സ്വന്തം അമ്മയോ അല്ലെങ്കിൽ അമ്മയുടെ സിസ്റ്ററോ ആരെങ്കിലും ഒരാൾക്ക് ഡെലിവറി സമയത്ത് ഉള്ളിൽ കയറാം. കയറിയിട്ട് അപ്പോൾ ആ പെയിൻ സഹിക്കണ സമയത്ത് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ മദറിനെ കംഫർട്ടാക്കാനായിട്ട്. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് കൂടെ നിൽക്കാം. അപ്പോൾ ഒരു സിസ്റ്റർ കൂടെ നിൽക്കുന്നതിന് പകരം യുവർ ഓൺ ഫാമിലി മെമ്പർ ക്യാൻ ബി എ ബർത്തിങ് പാർട്ട്ണർ. സ്കിൻ ടു സ്കിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പറയാം. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞ ഉടനെ ഈവൻ ബിഫോർ യു കട്ട് ദ പൊക്കിൾക്കൊടി, ആ കുട്ടി അമ്മയുടെ ബ്രസ്റ്റിന്റെ ഇടയിൽ നമ്മൾ കുട്ടീനെ കിടത്താം. അപ്പോൾ ആ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വരുമ്പോൾ കുട്ടിക്ക് ആകെ അമ്മയല്ലേ അറിയുള്ളൂ. അതെ, കുട്ടി പുറത്തേക്ക് വരണം, ഒരു പുതിയ സ്ഥലത്തേക്ക് വരണം. പക്ഷെ അമ്മയുടെ സ്മെൽ അറിയാം, അമ്മയുടെ സൗണ്ട് അറിയാം, കാണില്ല. ഇത് 2 ഈ കുട്ടിക്ക് അറിയാം, ടച്ച് അറിയാം. അപ്പൊ ഇത് 3 ജനിക്കുമ്പോഴേ നമുക്കുണ്ട്. അപ്പോൾ കുട്ടിയെ നമ്മൾ അവിടെ കടത്തുമ്പോൾ കുട്ടി ഇഫ് ഈസ് എ നോർമൽ ചൈൽഡ്, കരഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, കുട്ടി ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ആ ബ്രസ്റ്റിൻ്റെ അടുത്തേക്ക് പോവും. അമ്മയ്ക്കും പാല് പെട്ടെന്ന് വരും. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളുമൊക്കെ അത് ചെയ്യുന്നുണ്ട്. നേരത്തെ എങ്ങനെയായിരുന്നു അറിയില്ല. അത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ്. അപ്പോൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ചില മദേഴ്സിന് വേണ്ട പറയും, ബിക്കോസ് യു ഹാവ് ടു ബി അൺഡ്രസ്ഡ്. അല്ല, കുറച്ച് ഡ്രസ്സ് മറ്റേ ഒരു കോട്ട് ഇടുമല്ലോ, മറ്റേ ലേബറും കോട്ടോ അങ്ങനത്തെ. ആ കോട്ട് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യും ചില പേരൻസിന്. നമ്മളിപ്പോൾ ബിഫോർ ഡെലിവറി തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്തോളൂന്ന്. ചില കൾച്ചേഴ്സും ചില ബിലീഫ്സും ചിലപ്പോൾ അവർക്കതൊരു വിഷമം തോന്നുന്ന ആൾക്കാർ.
അപ്പം നമ്മൾ നേരത്തെ പറയും, ഇവരിപ്പോൾ പറയണമെന്നെങ്കിൽ അത് ചെയ്തു കൊടുക്കും. അതെ അല്ലേ? ചെയ്തു കൊടുക്കും. ആൻഡ് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് മിൽക്ക് ഷുഡ് ബി ബ്രസ്റ്റ് മിൽക്ക്. കുറെ കൾച്ചറിൽ ലൈക്ക് ഐ എം നോട്ട് സ്പെസിഫൈങ് വിച്ച് കൾച്ചർ, ലൈക്ക് ജനിച്ച ഉടനെ തന്നെ എന്തെങ്കിലും ഒരു കൊടുക്കാൻ പാടില്ല, ഇതൊക്കെ കൊടുക്കും. ആൻഡ് ഐ ഹവ് സീൻ ഇറ്റ് ഓൾസോ കൊടുക്കുന്നത്. അത് ഭയങ്കര ഡേഞ്ചർ അല്ലേ? അത് ഡേഞ്ചർ, ഇറ്റ് ഈസ് റോങ്. ഓക്കെ. അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. കുട്ടിക്ക് ഒരു 6 മാസം പ്രായമുള്ള കുട്ടിക്ക് വെള്ളം വരെ കൊടുക്കാൻ പാടില്ല എന്ന് കേൾക്കുന്നത്. ഒന്നും കൊടുക്കരുത്. ആ തുടക്കം ഫസ്റ്റ് ഫീഡില്ലേ, അത് ബ്രസ്റ്റ് ഫീഡേ ആവുള്ളൂ. ആദ്യത്തെ ഫീഡ് ബ്രസ്റ്റ് മിൽക്ക്. അത് തന്നെ വേറെ സാധനം കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ആക്ച്വലി റോങ്, completely wrong. But that's where the women have to be educated. It's a male dominated world. So even if the woman knows that what I'm doing is wrong, the senior males in the family may not allow the mother to do this. So that is where ചില അമ്മമാർ തന്നെ വന്ന് പറയില്ലേ, ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടില്ല, ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പിന്നെ എന്താ ഇപ്പോഴത്തെ പുതിയ ഡോക്ടേഴ്സിന്റെ ഓരോ തീരുമാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഹൗ ഡു യു ലൈക്ക് ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ? ജനിച്ചിരുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈ സ്റ്റഡീസ് ഒന്നും ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ. there was no guidelines and there were no studies to prove that ഇതിങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചാലാണ് ഇത്രയ്ക്ക്. ഇപ്പോൾ ഇത്രയും കൊല്ലത്തിൽ നിങ്ങളിപ്പോൾ വലുതായിട്ട് ഒരു 25-30 years ആയല്ലോ, ഈ സമയം കൊണ്ട് ദീസ് തിങ്സ് ഹാവ് ബീൻ പ്രൂവ്ഡ്. ഇറ്റ് ഈസ് പ്രൂവ്ഡ് ബിയോണ്ട് ഡൗട്ട്. അപ്പോൾ what is good, you have to change. That's what I said. Change is inevitable. You have to change with the time. Okay. But you don't have to change the system. You have to only correct the mistakes in the system. Mistakes in the system. Okay. The system need not be changed. Just change the mistakes. That's all. If you completely change the whole thing, there may be negatives in the new changes also. So whatever is you feel today, you feel this is correct, you make that correction. That's all. Okay. കൂട്ടുകുടുംബത്തിലും കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. I know a lot of mothers who are so stressed because അവരുടെ mother-in-laws മീൻസ് ഒരു കോമൺ ഗ്യാതറിംഗ് ഉള്ളപ്പോൾ പറയും, ആ കുട്ടിയുടെ കാല് വളഞ്ഞിട്ടുണ്ട്, നീ ശരിക്ക് അപ്പോൾ ഇതിൽ 2 പോയിന്റ് ഉണ്ട്. കാല് വളഞ്ഞിട്ടുണ്ട്, ദാറ്റ് മീൻസ് ബെൻറ്റ് ആയിട്ടുണ്ട്, ആൻഡ് നീ ഉഴിഞ്ഞിട്ടില്ല. ആ കാല് വളഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്തോളൂ, ബിക്കോസ് ഇറ്റ് മേ ബി കറക്റ്റ്. ചിലപ്പോൾ ആ കുട്ടിയുടെ കാല് ശരിക്കും വളഞ്ഞിട്ടുണ്ടാവും. അത് കോസ് ഉണ്ട്, അതിന് റീസൺസ് ഉണ്ട്. അത് നിങ്ങൾ പോയി ഡോക്ടറെ അടുത്ത് പോയി കാണിച്ച് ടെസ്റ്റ് ചെയ്ത് അതിനെന്താ വെച്ചാൽ ട്രീറ്റ്മെന്റ് ചെയ്തു. ഓക്കെ. നീ ഒഴിയാത്ത കാരണമാണെന്ന് പറയുന്നത് തള്ളിക്കളയാം. മനസ്സിലായോ? ദാറ്റ് ഈസ് റോങ്. ദാറ്റ് ഈസ് റോങ്. അപ്പോൾ യു ഷുഡ് നോ വാട്ട് ടു പിക്ക് ആൻഡ് വാട്ട് ടു ലീവ്. അവിടെയാണ് നമ്മുടെ അവിടെ മാത്രമേ നമുക്ക് ചെയ്യണ്ടു, അത്ര മാത്രമേ നമുക്ക് ചെയ്യണ്ടു. ഈ ഉഴിച്ചിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഉഴിച്ചില് കുട്ടികളെ ജനിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ഇങ്ങനെ കിടന്ന് നെറ്റി അതൊന്നും ആവശ്യമില്ല. ഒരു കാര്യം ആവശ്യമില്ല. ഹോൾ തിങ് ഇസ് നാച്ചുറൽ. ബർത്ത് നാച്ചുറൽ ആണ്, ബ്രസ്റ്റ് ഫീഡിങ് നാച്ചുറൽ ആണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേറൊരാളെ വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല, ഓരോ മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യമില്ല. നോർമലായിട്ടുള്ള ഫുഡും അതിൽ ഒരു 500 കാലറി കൂടുതലും അയേണും കാൽഷ്യം സപ്ലിമെൻസും കഴിക്കുന്ന ഡയറ്റിൽ പ്രോട്ടീൻ നന്നായിട്ട് ഉൾപ്പെടുത്തി കഴിക്കുക. അപ്പോൾ ഒരു നോർമൽ പേഴ്സൺ, നമ്മളെല്ലാം ഇപ്പോൾ അഡൽട്സ് ആണല്ലോ, നോർമൽ അഡൽട്സിന് ഒരു ദിവസത്തിന് എത്ര പ്രോട്ടീൻ വേണം അറിയോ? 0.8 grams per kilogram body weight. അപ്പോൾ സപ്പോസ് യു ആർ 60 kilos or 65 kilos, you need 55 grams of protein. Okay. In a day. 55 grams of protein. ഇപ്പം നിങ്ങൾ നോൺ വെജ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. വെജ് ഫുഡ് കഴിക്കണമെങ്കിൽ ആ പ്രോട്ടീൻ കൂട്ടാനുള്ള മെത്തേഡ്സ് ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. അതേപോലെ കുട്ടികൾക്കും പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു ലാക്ടേറ്റിംഗ് മദേഴ്സാണ്, ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ്, അതിന് മേലെ പ്രോട്ടീൻസ് വേണം. അപ്പോൾ ആ പ്രോട്ടീൻ ഫുഡ് നമ്മൾ ഉൾപ്പെടുത്തി കഴിച്ചു. നമ്മുടെ അവിടെ എന്താ ചെയ്യുന്നത്? തടി കൂട്ടണേ ഉള്ളൂ, കുറേ എണ്ണമയമുള്ള സാധനങ്ങൾ കൊടുക്കും, ലേഹ്യം കാര്യങ്ങളൊക്കെ കൊടുക്കും, പ്രോട്ടീൻ ഇല്ല. ദാറ്റ് കോസസ് പ്രോബ്ലം. ഓക്കെ. ആക്ച്വലി ഇതൊന്നും എല്ലാവരും എല്ലാ ടൈമും ഓർമ്മയൊന്നും വെക്കണ്ട. നമുക്ക് ആ ഒരു സാഹചര്യം വരുമ്പോൾ യു ഫൈൻഡ് ദാറ്റ് ഔട്ട്, യു ഡു ഇറ്റ്, യു ക്യാൻ ഫർഗെറ്റ് ഇറ്റ്. യു നീഡ് നോട്ട് റിമെമ്പർ ഇറ്റ് ഓൾ ദ ടൈം. ഇങ്ങനെ ജോട്ട് ചെയ്ത് ഇങ്ങനെ ഡയറിയിലൊന്നും എഴുതി ആവശ്യമില്ല. നെക്സ്റ്റ് കിഡ് വരുമ്പോൾ യു ഗോ അഗൈൻ. സംടൈംസ് ദർ മേ ബി ചേഞ്ച് ഇൻ ദ റൂൾസ്. അപ്പൊ അന്ന് എന്താ നിലനിൽക്കണം അതിനനുസരിച്ച് ചെയ്തോളൂ. ദാറ്റ്സ് ഇറ്റ്. എന്താ പറയാ, നല്ല ഹെൽത്തി കുട്ടി ഉണ്ടാവണം. ബാക്കി വരുന്ന രീതി നമ്മുടെ ഡെഫിനിഷൻ ഓഫ് ഹെൽത്തി ഈസ് ഡിഫറെന്റ്. അതാണ് ഹെൽത്തി ഇൻ വാട്ട് വേ.
physically healthy, mentally healthy, emotionally healthy, psychologically healthy. കറക്റ്റ്. ഓൾ ഫോർ വേണം. അപ്പോൾ ഈ ഓൾ ഫോറും ഈക്വൽ ആയിട്ട് വരണം എന്നില്ല. ഓക്കെ. സംടൈംസ് സം ചിൽഡ്രൻ മേ ബി വെരി സ്മോൾ, കോല് വലിയായിരിക്കും, പക്ഷെ ബാക്കി മൂന്നും സ്ട്രോങ് ആയിരിക്കും. സം ചിൽഡ്രൻ മേ ബി വെരി വെൽ ബിൽഡ്, പക്ഷെ സൈക്കോളജിക്കലി ഡൗൺ ആയി. സോ യു നീഡ് എ ഫെയർ പോർഷൻ ഓഫ് ഓൾ ദ ഫോർ. ഓക്കെ. അതിൽ കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ടാവാം. ഈ പണ്ട് അതായത് അമ്മൂമാരൊക്കെ കൊച്ചു കുട്ടികളായാലും 2 വയസ്സ് 3 വയസ്സിൽ കൂടെ ഒരു കിണ്ണം ചോറ് കൊടുക്കും, കറിയൊക്കെ ഇത്തിരി കൊടുക്കുള്ളൂ. അത് തെറ്റല്ലേ? അത് തന്നെ. പ്രോട്ടീൻ്റെ അളവൊന്നുമില്ല. മീനൊക്കെ ഒരു വലിയ മീനിന്റെ അതിൻ്റെ ഒരു പോർഷൻ സ്കിൻ എടുത്തിട്ട് ബാക്കി ചോറ് മാത്രം എടുത്തിട്ട് തൈര് കൂട്ടി കൊടുക്കല് അതിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യമാണ്. കറക്റ്റ്. അത് റോങ് തന്നെയാണ്. പക്ഷേ സീരിയൽസിലും പ്രോട്ടീൻ ഉണ്ട്. തീരെ പ്രോട്ടീൻ ഇല്ല എന്നല്ല, കുറച്ച് പ്രോട്ടീൻ ഉണ്ട്. ഒരു 2% 3% പ്രോട്ടീന് റൈസിലും വീറ്റിലും ഉണ്ട്. ആൻഡ് മേ ബി അന്നത്തെ കാലത്തെ അരി വാസ് സ്ലൈറ്റ്ലി ബെറ്റർ ടൈപ്പ്. മറ്റേ പുഴുകലരി പിന്നെ അതിൽ ശരിക്കും തകിടൊക്കെ ഉണ്ടായ അരിയായിരിക്കും അതും. അപ്പോൾ എവറിഥിങ് ഈസ് നോട്ട് റോങ്, പക്ഷെ അത് തെറ്റാ. ഗിവിങ് ഓൺലി റൈസ് ഇസ് നോട്ട് ദ റൈറ്റ് കൺസെപ്റ്റ്. പക്ഷേ ഫിഷ് ആൻഡ് റൈസ് ഇസ് എ ഗുഡ് കോമ്പിനേഷൻ ബിക്കോസ് യു ഗിവിങ് ഗുഡ് പ്രോട്ടീൻ. ആ ഫിഷ് കൂടുതൽ വേണം. ഒരു 30 grams 30% നിങ്ങളുടെ ഡയറ്റ് ഫാറ്റ് ആവേണ്ടത് കുട്ടിക്ക്. 15% പ്രോട്ടീൻ, 15 ഓക്കെ. ബാക്കിയുള്ളത് കാർബോഹൈഡ്രേറ്റ്. എന്നുവെച്ചാൽ ആ കാർബോഹൈഡ്രേറ്റ് എനർജി ആയിട്ട് അവർ ഉപയോഗിക്കും. അവർ ഓടിച്ചാടി കളിക്കില്ലേ. നിങ്ങൾ ഈ ഇത്രയും ചോറ് കഴിക്കരുത്, ആ കുട്ടി അത് ചെലവഴിക്കും. പക്ഷെ കുറച്ചുകൂടി വലുതാവുമ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ ആ കുട്ടിയെ പോലെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അത് മുഴുവൻ കൊഴുപ്പോ ആയിട്ട് മാറിയിട്ട് തടി കൂടും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഒബേസിറ്റി പ്രശ്നങ്ങൾ വരുന്നത്. പ്രശ്നം ലൈഫ് സ്റ്റൈൽ പ്രശ്നം. ചെറുപ്പത്തിലെ തന്നെ ഇത് ശീലിപ്പിച്ച പിന്നെ അവർ അങ്ങനെ തന്നെ കഴിക്കുള്ളൂ വലുതാകുമ്പോഴും. യെസ്, മേ ബി ദാറ്റ് ഇസ് ട്രൂ. ശീലം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഞാൻ കേട്ടത് ഈ ഡൗൺ സിൻഡ്രോം that can be detected in it can be detected before. Most of the cases can be detected antenatally. ഓക്കെ. സോ ലൈക്ക് അതിനെന്തോ സ്കാനും കാര്യങ്ങളും മുന്നേ ചെയ്യണം. ഇപ്പോഴും ആൾക്കാർ അൺഅവെയർ അബൌട്ട് ഇറ്റ്. ലൈക്ക് യു കെൻ അല്ല, അത് ആ അവയർനെസ് അവർ കാണണ ഗൈനക്കോളജിസ്റ്റ് കൊടുക്കും എന്തായാലും. എവറി ഗൈനക്കോളജിസ്റ്റ് വിൽ ഗിവ് ദാറ്റ് അവയർനെസ് when they go for a checkup. Okay. And they will do the required tests. Most people are doing it also. I don't think they are unaware about it because അതിലെ ഒന്നും ഇല്ലെങ്കിൽ ആ സ്കാൻ റിപ്പോർട്ടിൽ സസ്പിഷ്യസ് ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ മേ ബി അതിനെ കുറിച്ചിട്ട് അവരോട് പറയണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഓക്കെ. എന്തെങ്കിലും ഒരു സസ്പിഷൻ വരുമ്പോഴാണ് അതിൻ്റെ ഫർദർ ടെസ്റ്റ് പറയുക. That's it. But it is not needed that everybody knows about what problem can happen. If you are having a risk for that, you will be informed. See, your risk is so much. So you do this test to confirm that is not there. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് വെള്ളം ധാരാളം കുടിക്കണം, എന്നാലാണ് ഡെയിലി കുട്ടി ബാത്റൂം പോകുള്ളൂ. ചെറിയ ഉണ്ണികൾ like hardly like 1 month old doesn't go to they don't pass their stool. Like number 2 പോകുന്നില്ല എവറി ഡേ. അതൊരു വലിയ ടെൻഷനാണ്. ബ്രസ്റ്റ് ഫീഡിങ് കുട്ടികളുടെ മോഷൻ ഇസ് നോട്ട് വെരി ഹാർഡ്. അത് പേസ്റ്റ് പോലെ ഒരു മോഷനാണ്. അപ്പോൾ അവർ 4 ദിവസം പോയില്ലെങ്കിലും അവർക്ക് 4 ദിവസം പോയില്ലെങ്കിൽ അവർക്ക് സ്ട്രെയിൻ ഒന്നുമില്ല. അപ്പോൾ ഒരു 4 to 5 days ബ്രസ്റ്റ് ഫീഡ് ബേബീസ് മോഷൻ പോയില്ലെങ്കിലും വലിയ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ വെള്ളം നന്നായി കുടിച്ചാൽ ചിലപ്പോൾ പോവും, പക്ഷെ വെള്ളം നന്നായി കുടിച്ചാലും ചിലപ്പോൾ പോവാതിരിക്കുന്ന കുട്ടികളുണ്ട്. ദ റീസൺ ഇസ് അവരുടെ ഏനൽ ഏരിയ കുറച്ച് ടൈറ്റാണ് അറ്റ് ബർത്ത്. അപ്പോൾ നല്ലോണം വന്നത് സ്റ്റിമുലേറ്റ് ചെയ്താലേ ചിലപ്പോൾ ഓപ്പൺ ആവുള്ളൂ. ഓക്കെ. അപ്പോൾ കമ്മന്ന് വീണ് തുടങ്ങുമ്പോഴേക്ക് ആ മോഷൻ ഒന്നും കൂടി ഈസിയർ ആവും. ഓക്കെ. എനിവേ കമ്മന്ന് വീഴുന്നത് ബിഫോർ യു സ്റ്റാർട്ട് ടോപ്പ് ഫുഡ്. 4 months ആകുമ്പോഴേക്കും ഇവർ കമ്മന്ന് വീഴും. 6 months ആകുമ്പോഴേ നമ്മൾ വീനിങ് ഫുഡ് തുടങ്ങുള്ളൂ. അപ്പോഴേക്കും ആ മോഷനൊക്കെ ക്ലിയർ ആവും. ആക്ച്വലി ഐ ഹവ് സീൻ ദിസ് ലൈക്ക്, അതായത് അമ്മമാർ പറയുന്നത് വെച്ചാൽ 4 മാസമായി കുട്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഉണ്ട കുട്ടിയാ, നിന്റെ പാലിലൊന്നും പറ്റുന്നില്ല, വിശപ്പ് അതിൻ്റെ മതിയാവുന്നുണ്ടാവില്ല, പതുക്കെ കുറുക്ക് കൊടുക്കുന്നുണ്ട്, കുറുക്ക് വെള്ളം കൊടുക്കും. ഇസ് ദാറ്റ് ബാഡ്? ദാറ്റ് ഈസ് റോങ്. 6 months കഴിയാതെ ദ വെരി ഫാക്ട് ദാറ്റ് ബേബി ഇത്രയും വെയിറ്റ് ഉണ്ട്, നിങ്ങളുടെ പാല് മതിയായി, അതുകൊണ്ടല്ലേ ആ കുട്ടി ഇത്രയും വെയിറ്റ് വന്ന്. അപ്പൊ ആ ഹെൽത്തിയാ, കുട്ടി ഹെൽത്തിയാണ്. പോരാന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് ചിലപ്പോൾ പുഷ് ചെയ്യും. ഗ്രാൻഡ് പേരൻസ് ആണ് അത്. ദാറ്റ്സ് വാട്ട്. സോ education should always be it's like a candle. You take one candle, light another candle, light. So whatever you learn today, Sangeetha, you are supposed to go and enlighten your friends. They are supposed to enlighten people at home. So you should need time in your house to discuss. Okay.
this happened, this doctor I met, the doctor told like this. You need not tell that what you told was wrong, but you can always say that doctor said not to be given 4 മാസമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, വെയിറ്റ് ഉണ്ട്, അപ്പോൾ എൻ്റെ കുട്ടിയല്ല മറ്റേ കുട്ടികളോടും ഒക്കെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ they will also accept. So slowly education is a process which is easy in the first step. It is very difficult to unlearn what you learned before and learn something new. Correct. So it takes time, but it will come in eventually. If not for your child, maybe for the next birth in the family, the mother-in-law may have changed. Okay. If you're giving breast milk only till 6 months, it's the best. It's the best. If that is not normal, try to increase your breast milk. Okay. Take more proteins, take more water. Don't put something else there. You try to correct your defect. If you feel your milk output is less or baby is not growing, then 2 things. Either your milk output is less, like you feel, you take more foods which will increase the milk. Or the milk is there but baby is not growing, the baby is not sucking properly maybe. Okay. Appo see whether anything is wrong with the baby. So correct the mistakes. മാമിന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലൈക്ക് അൺറിയലിസ്റ്റിക് ആണ് അമ്മമാരെന്ന് ചില സമയത്ത്. ലൈക്ക് ഇസ് ദർ എനിത്തിങ് ലൈക്ക് ചെറിയ കാര്യത്തിന് മാമിൻ്റെ അടുത്ത് വന്ന ആൾക്കാർ ലൈക്ക് എനി ഇൻസിഡന്റ് ദാറ്റ് യു കൻ ഓ ചെറിയ കാര്യത്തിന് വരുന്നവരുണ്ട്. പക്ഷെ അവര് എനിക്കറിയില്ല, അത് അവരുടെ ഒരു അതല്ല, ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. ഐ ഡോണ്ട് നോ വെദർ ഐ ഷുഡ് ടെൽ ഇറ്റ് ഓൺ ടു എവരിബഡി. ഐ ഫീൽ സംടൈംസ് പേരൻസ് ആർ very concerned about a very small thing in the initial months. ജനിച്ച ഉടനെ ഒരു ചെറിയൊരു ബ്ലാക്ക് കുത്ത് കണ്ട നമ്മുടെ അടുത്ത് വരും, ഒരു വൈറ്റ് കുത്ത് കണ്ട നേരെ മറിച്ച് ഇതേ പേരൻറ്റ് ആ കുട്ടിക്ക് ഒരു 10 വയസ്സോ 12 വയസ്സോ ആകുമ്പോൾ ചിലപ്പോൾ ദാറ്റ് ചൈൽഡ് മേ ബി ഹാവിങ് എ മേജർ പ്രോബ്ലം. അതവർ ഡിറ്റക്റ്റ് ചെയ്യില്ല, ഇഗ്നോർ ചെയ്യല്ല, അവർ കാണുന്നില്ല. അവർ വേറെ കാര്യത്തിൽ ദേ ആർ സോ മച്ച് ഇൻവോൾവ് ഇൻ അതർ തിങ്സ്. ആ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അപ്പോൾ അവർ ശ്രദ്ധയില്ല, ദേ ഡോണ്ട് ചെക്ക്. സോ ഐ ഫീൽ വിത്ത് ടൈം ദേ ചേഞ്ച്. ദിസ് ഓവർ കൺസേൺ എന്ന് പറയുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ നിൽ കൺസേൺ ആയിട്ട് മാറണം. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു, പക്ഷെ കുറച്ചുകൂടി വലുതാവുമ്പോൾ ഈ പേരൻസ് അവരുടെ ജോലിയിൽ ഭയങ്കര ഇൻവോൾവ് ആവും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി കാര്യങ്ങൾ നടക്കുന്ന, ചിലപ്പോൾ ചില കാര്യങ്ങൾ മിസ്സാവുന്നുണ്ട് എന്നങ്ങനെ തോന്നുന്നു. ആ ഇനീഷ്യൽ ഫേസിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഐ തിങ്ക് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം അമ്മമാർ ഇത്രയും ടെൻഷൻ ആവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ലൈക്ക് വി കമ്പയർ അവർ സെൽഫ്സ് ടു അതർ മദേഴ്സ്. ഇപ്പോൾ ഞാൻ സ്കൂൾ കാലത്ത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, എന്നാലും ബിലോ ആവറേജ് അല്ല. പക്ഷേ എനിക്കൊരു കുട്ടിയായപ്പോൾ എൻ്റെ കുട്ടി ഫസ്റ്റ് നിൽക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ മറ്റുള്ള പാരൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ ആക്ച്വലി ഹയർ അച്ചീവിങ് ആയിട്ടുള്ള പാരൻസ് ആണ്, ഭയങ്കര സ്റ്റുഡിയസ് ആണ്, അതുപോലെ തന്നെ മക്കൾ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ ആദ്യം ട്രെയിൻ ചെയ്യിപ്പിച്ചില്ല. പക്ഷേ കുട്ടികൾ മാർക്ക് മേടിക്കുന്നത് കണ്ടപ്പോൾ വേഗം തന്നെ എൻ്റെ കുട്ടിയെ ഞാൻ എങ്ങനെയെങ്കിലും ഫസ്റ്റ് ആക്കണം. അതെന്തുകൊണ്ടാണ് ഈ പാരൻസ് വരുന്നത്? ലൈക്ക് ഡു യു തിങ്ക് ലൈക്ക് ദിസ് ഇൻസെയിൻ കമ്പാരിസൺ നടക്കുന്നുണ്ട്? അതുകൊണ്ടാണോ വെറുതെ ആവശ്യമില്ല നമ്മൾ കുട്ടികൾക്കും സ്ട്രെസ് കൊടുക്കുക, അൺവാണ്ടഡ് സ്ട്രെസ് ഇപ്പോൾ കുട്ടികളിൽ ഉണ്ടാവും എന്ന് പറയുന്നത്? കാരണം മേ ബി നമ്മുടെ ടീച്ചിങ് മെത്തഡോളജിയും അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും അവർ ചില കാര്യങ്ങൾ പുകഴ്ത്തി പറയലും, മേ ബി അത് ദേ ആർ ഓൾ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ക്രിയേറ്റിംഗ് ദീസ് കൈൻഡ് ഓഫ് മദേഴ്സ്. നമ്മൾ പഠിച്ച കാലത്തൊക്കെ ഇവൻ ഐ സ്റ്റഡീഡ് ഇൻ എ കോൺവെൻറ്റ് സ്കൂൾ. I don't know whether I was average or above average, but I studied only, say, 2 days before the exams. I'm very sure about it. Right? I used to play the rest of the time. But at the end of the day, if I do not perform well, it was not the teacher. It was a parent at home who would say, you've got less marks. Okay. The teacher wasn't bothered. The teacher never contacted the parent also. Your child has done badly. Parent would say, why did you get less this time? Next time you have to get more. That's it. That's the end of the story. That is during schooling times. Okay. The intention to do better came into you automatically when you came into a higher class. Because you want to do well, you want to do something, you want to achieve somewhere. That kind of feeling comes into you automatically. But now it's not like that. Now what happens is teachers are in constant contact with the parents.
They are probably through WhatsApp or what, they have this open house that parents are called and they are informed, and the whole class is full of parents. The teacher calls one set and tells every small little thing that the teacher feels is not normal in that child to the parent. Your child doesn't sit in this bench, your child doesn't draw well, your child doesn't read well, your child is not good in this subject, this thing last time this child got full, this time the child has got 2 marks less, so probably he didn't study well. So these are all things which are adding to the guilt. What is important is there is a demarcation between basic education and higher education. Basic education, you need not, this is my personal feeling, you need not be 100%. Basic education 50% is enough. What do you mean by basic education? You should know the language. You should know to read and acquire language, or acquire knowledge rather. Read and acquire the knowledge. You should know a little bit of maths, and you should know how to learn. Okay. Not what to learn, how to learn. Okay. Now when you are a kid, or when you are say less than 4 years of age, repetition makes you learn. You repeat the same thing and it comes into you automatically. This is what I said, screen learning is not for that age. 4 years below, you learn through screen, you learn it wrong. You may learn things, but you may learn it the wrong manner. So first 4 years, it is better to learn by imagination, imitation, and repetition. Okay. Imagination, imitation is when you read. When you read a story to your child, and you say there's a house, a child imagines a house. And you say that there's a girl living in that house, you imagine the girl. That girl is a picture in your mind. That picture for you and that picture for me is different. So that is creativity. Second point is imitation. Imitation is how, when you create a sound, you say there was a lion which came and growled, and then there was a bear which came and roared. The lion came and roared, and the bear came and growled, and you make that sound. The child learns to imitate that sound. Okay. May not be perfect, but imitation comes. The third point which I said is repetition. Suppose you repeat a prayer every day. 10th day, automatically it is by heart. Right? That is repetition. In repetition, you don't include your brain. You are just repeating what was told. Somebody tells, you repeat. Somebody tells, you repeat. So that is the method of learning music. Music is learned by repetition, or dance is learned by repetition. You keep on repeating the same thing every day, automatically you learn it. Your muscle memory, and then you automatically it comes in. So tunes are learned by repetition. Music meaning, I don't mean the words. Music, the tunes which you learn, it comes because of repetition. You keep on repeating it, the tune comes into your mind. After some time, the tune comes automatically into your mind. So these are the methods that you adopt to in the first 4 years. Subsequently, you go on to learning with your eye. Now when you learn with your eye, what you see on the screen should be conveyed to your brain in the correct fashion. When you see the house should go into your brain. The word house should come into you. This is a house. There is a girl living there. The girl you have seen, so you are able to say there is a girl living there. So that comes in the second phase. Okay, so the initial few years of your life, you should have a method how to learn. Each child is not the same. Why should the child learn a story by heart and there be a recitation competition in schools? Why should you have a recitation competition? You should never have a recitation competition. You should never have a recitation. Why should you have it? Why should you have the same story, The Ant and the Grasshopper, is recited by 100 students in the class, and the child who tells it very well is given a prize. But let me tell you, there may be a child in the class who understood it much better than the one who got the prize. You ask the child who recited, do you know what is a grasshopper? He won't know. So learn the language, make them use their own language in telling whatever they want till a particular age. So basically, school system ചെയ്യുന്നത് completely wrong അല്ല. What they're introducing, it's not wrong. It's not wrong. That's what I said. It's not learning which is wrong. It is how to learn. What happens is,
In our system, they inform them what is to be learned. You teach them alphabets in the LKG. You teach them words in UKG. This is what is told. Okay. But what's more important is how to teach. Okay. അവിടെയാണ് And how to learn. Okay. What to learn അല്ല, how to learn. എങ്ങനെ പഠിക്കണം. നിങ്ങളുടെ കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ടെക്നിക്ക് മാറ്റി മാറ്റി നോക്കൂ. ആ കുട്ടിക്ക് അറിയില്ല. അതെ. ഓൾവേസ് ഫീൽ ദാറ്റ് വി ആർ നോട്ട് ബെറ്റർ. അതെന്തുകൊണ്ടാവാം? ലൈക്ക് അമ്മമാര് ലൈക്ക് നമ്മൾ ചെയ്ത് പോരാന്ന് എപ്പോഴും തോന്നാറുണ്ട് പലപ്പോഴും. ലൈക്ക് ആസ് എ മോം ടു അവർ കിഡ്സ്. ലൈക്ക് ഇസ് ഇറ്റ് ലൈക്ക് അത് എല്ലാ അമ്മമാർക്കും ഞാൻ സംസാരിക്കും മിക്ക അമ്മമാർക്കുണ്ട്. ലൈക്ക് ഇസ് ഇറ്റ് ലൈക്ക് എ തിങ് ലൈക്ക് ഡിഡ് യു എവർ ഫീൽ ലൈക്ക് ദാറ്റ് ലൈക്ക് യു ഹാവ് 2 kids? No, I probably kept, even I was like you to some extent. Like, suppose I tell my husband to say, okay, you go and see your patients, I'll take care of the kids. And I know 1 o'clock is lunch time, I'll call up at 1 o'clock. You gave food? So I say, food? And they're not hungry. So I say, no, 1 o'clock you have to give them food. Today I regret it because what he said was correct. You eat when you're hungry. When you're hungry, yes. You don't have to eat when it is time for food. Okay. So probably I made mistakes as well. These kind of mistakes. I never bothered about whether I was good or bad. I think moms should learn to let go a little bit. Yeah, you should let go. Because not everything, you are not the inventor of this world. You are not, remember, your kids are born. I always tell this to everyone, whether you believe in God or not. Whatever happens over here is happening because it was deemed to happen. It was supposed to happen. Okay. You are just actors on the stage. And you have some director who is directing you to play. And you're just doing that. If you keep that concept in your mind, a lot of stress will go off. And we all will be like a peaceful moms. Peaceful moms. But that doesn't mean that you should be careless. When you know you have to do something, you have to do it. Okay. I'm not responsible for it. That is bad. So when something goes wrong, take that concept. If something ശരിയായില്ല എത്തിയില്ലെങ്കിൽ it's okay. I'm not the perfect person. No? Next time it's okay to make mistakes. It's okay to make mistakes. Okay. It's okay to make mistakes the first time. It is not okay to make a mistake the next time. Okay. So you have to correct it. Correct ചെയ്യണം. Okay. I think നമ്മുടെ നാട്ടിലും I think all over India also people are like vaccination എടുക്കാൻ they are all okay. I don't think there is an issue. But there are in certain minority there's people say anti-vaxxers, അതായത് വാക്സിനേഷൻ എടുക്കണ്ടാന്ന്. ദാറ്റ്സ് ആക്ച്വലി ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഫാർമസികളുടെ ഓരോ ഗിമിക്സ് ആണെന്ന്. സോ എടുക്കാണ്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ എടുക്കുന്നത് ലൈക്ക് ആഫ്റ്റർ സർട്ടൻ ആ പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, ലൈക്ക് ഞാൻ മാറ്റി എൻ്റെ ഒപ്പീനിയൻ മാറ്റി വാക്സിനേഷൻ എടുക്കാമെന്ന്. അപ്പോൾ ആ സമയത്ത് ലേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ ഒരു വാക്സിനേഷൻ മിസ്സായി കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് അത്രയും ഇമ്മ്യൂണിറ്റി കിട്ടുമോ ഫ്രോം ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ്? അതോ ലൈക്ക് ഡെഫിനറ്റ്ലി ശരിക്കും എടുക്കണ പോലെയുള്ള ഇമ്മ്യൂണിറ്റി പിന്നെ വന്ന് എടുക്കുമ്പോൾ ഇല്ല. ഡിലേ ആ ഒരു സമയത്ത് അവർക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം. നമുക്ക് ഒരു കാര്യം വാക്സിനേഷൻസിൽ ഓർമ്മ വെക്കേണ്ടത്, പ്രിവെയിലിംഗ് ഡിസീസസിനാണ് നമ്മൾ വാക്സിനേഷൻ കൊടുക്കുക. പ്രിവെയിലിംഗ് ആസ് മീൻസ് ഇപ്പൊ എന്തൊക്കെ അസുഖങ്ങളുണ്ടോ ആ അസുഖങ്ങൾക്കാണ് നമ്മൾ വാക്സിനേഷൻ കൊടുക്കുക. നമ്പർ 1. ഓക്കെ, അല്ലെങ്കിൽ പറഞ്ഞ ബാക്ടീരിയോ വൈറസോ ഇസ് വെരി സ്ട്രോങ്, ലൈക്ക് യു ഹാഡ് ഇൻ കോവിഡ്. സ്ട്രോങ് മീൻസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യണം, ഒരാൾക്ക് വന്നാൽ മറ്റേ വന്നാൽ അങ്ങനെ. അപ്പം അതിന് നമുക്ക് വാക്സിനേഷൻ വേണം. തേർഡ് ഇസ് ഡിസീസസ് വിച്ച് വിൽ കോസ് പെർമനൻറ്റ് ഡിസബിലിറ്റി. പെർമനൻ്റ്ലി നിങ്ങൾക്കൊരു ഡിസബിലിറ്റി വരും അങ്ങനത്തെ. എക്സാക്ട്ലി. അപ്പോൾ അതിന് നമുക്ക് വാക്സിനേഷൻസ് വേണം. ഇറാഡിക്കേറ്റ് ചെയ്യാനാണ് എൻ്റെ ബേസിക് പർപ്പസ്. കൺട്രോൾ ദ ഡിസീസ്, ഇറാഡിക്കേറ്റ് ദ ഡിസീസ്. ഇതാണ് നമ്മുടെ ബേസിക് ഐഡിയ. അപ്പോൾ ചില ആൾക്കാർക്ക് ചില വാക്സിൻ ഉണ്ടാക്കുന്ന രീതികൾ കാരണം സം ഇൻ ബിറ്റ്വീൻ ഈ ഇന്റർനെറ്റ് വന്നതിന് ശേഷം ദർ വാസ് എ കൈൻഡ് ഓഫ് this thing, talk that some vaccines are creating some problems. കോവിഡിലും അങ്ങനെ ഉണ്ടായിരുന്നു. കോവിഡിന് ഉണ്ടായിരുന്നു. കോവിഡിന് എല്ലാം തെറ്റല്ല, ചില റിയാക്ഷൻസ്. പക്ഷെ നമുക്കിത് അറിയാം. നമ്മളിപ്പോൾ ഒരു 1 million ആൾക്കാർക്ക് വാക്സിനേഷൻ കൊടുക്കുമ്പോൾ അതിൽ ഫ്യൂ പീപ്പിൾ മേ ഹാവ് സം സൈഡ് ഇഫക്ട്സ്. ആ വാക്സിൻ ഉണ്ടാക്കുമ്പോൾ തന്നെ അത് അവർ പ്രഖ്യാപിക്കും. ദിസ് ഇസ് ലൈക്ലി ടു ഹാപ്പൻ.
ആ നമ്പർ ഓഫ് പേഷ്യൻസ് കുറവാണെങ്കിൽ വാക്സിൻ ഇസ് അലൗഡ്. Okay. If the number of patients are going to be affected കുറവാണെങ്കിൽ it's okay. It is for many people you don't take that vaccine. അതാണ് ഇപ്പോൾ ഡെങ്കുവിന് തന്നെ വാക്സിൻ വരാതിരുന്നത്. ഡെങ്കുവിൻ്റെ വാക്സിൻ കുറേ ആയി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ന്യൂ വാക്സിൻ വേറെ രീതിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, മൾട്ടിനാഷണൽ കമ്പനീസ് ആർ ഇൻവോൾവ് വെൻ ദ ഡിസീസ് ഇസ് വേൾഡ് വൈഡ്. നമ്മുടെ നാട്ടിലേക്കുള്ള ഡിസീസ് ആണെങ്കിൽ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഡെങ്കി എന്ന് പറഞ്ഞ ഒരു അസുഖം നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ ദേ ആർ നോട്ട് ബോതേർഡ്. അവരുടെ നാട്ടിലുള്ള അസുഖമാണെങ്കിൽ ദേ വിൽ ബി ഇൻവോൾവ്. പക്ഷേ അവർ ഇൻവോൾവ് ചെയ്ത വാക്സിൻ ആണെങ്കിൽ, അവർ എടുക്കണ വാക്സിൻ ആണെങ്കിൽ, അങ്ങനെ പ്രശ്നമുള്ള വാക്സിൻ ആണെങ്കിൽ അവർ എടുക്കില്ലല്ലോ. തിങ്ക് ഇൻ ദാറ്റ് മാനർ ഓൾസോ. ആ ഒരു രീതിക്കും കൂടി ചിന്തിക്കാം. പിന്നെ വാക്സിൻ കൊണ്ട് കുറച്ച് അസുഖങ്ങൾ പോയിട്ടുണ്ട്. സ്മോൾ പോക്സ് ഇറാഡിക്കേറ്റ് ചെയ്ത് നമ്മൾ സ്മോൾ പോക്സ് വാക്സിൻ നിർത്തി. പോളിയോ ഇസ് ഓൾമോസ്റ്റ് ഔട്ട്. പോളിയോ ഇല്ല ഓൾമോസ്റ്റ്. ആകെ 2 സ്മോൾ കൺട്രീസിൽ പോളിയോ ഉള്ള കാരണം നമുക്കത് നിർത്താൻ പറ്റിയിട്ടില്ല, പാകിസ്ഥാനും ബംഗ്ലാദേശും. അത് അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയുടെ നെയ്ബേഴ്സ് ആയിപ്പോയി. അത് കാരണം ആ പോളിയോ നിർത്താൻ പറ്റാത്ത സ്ഥിതി. അവരുടെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് പ്രശ്നമാകും. അപ്പോൾ അങ്ങനെ ഇവൻച്വലി ഓരോന്ന് ഇറാഡിക്കേറ്റ് ചെയ്യുമ്പോൾ ആ വാക്സിൻ വേണ്ട വെക്കും. ഇറ്റ് ഈസ് റിമൂവ്ഡ്. അപ്പോൾ കോവിഡ് വാക്സിൻ നമ്മൾ നിർത്തി, ഉള്ളപ്പോൾ കൊടുത്തു, അത് കഴിഞ്ഞ് നിർത്തി. അതേപോലെ ഇപ്പം ഇനി പോളിയോ നിർത്തും. അപ്പം അതേപോലെ ഓരോ വാക്സിൻ പുതിയത് വരുമ്പോൾ ആ ഇല്ലാത്ത അസുഖങ്ങളുടെ വാക്സിൻ ഘട്ടം ഘട്ടമായിട്ട് ഇറ്റ് വിൽ മൂവ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ആളാണ്, ഇൻ കേസ് വി മിസ് എ ഡോസ്, ഇസ് ഇറ്റ് എ ഹ്യൂജ് ഇഷ്യൂ? നോ, യു ക്യാൻ, ദർ ഇസ് അഗൈൻ കറക്ഷൻ ഫോർ ഇറ്റ്. ഇഫ് യു മിസ് ദ ഡോസ് യു ക്യാൻ ടേക്ക് ഇറ്റ് ലേറ്റർ. ഓക്കെ, അതിന് പ്രശ്നമില്ല. ഒരു ഡോസ് കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് മിസ്സായി കഴിഞ്ഞാൽ you still have time. You can take it. Yes, you can take it. No. Okay. Thank you, ma'am. This has been very heartwarming ആയിട്ടുള്ള ഒരു കൺവെർസേഷൻ. ഞാൻ പറഞ്ഞെങ്കിൽ മാമിനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ലൈക്ക് ഒരു നല്ലൊരു അമ്മ നമുക്ക് പറഞ്ഞായിരുന്നു, ഇങ്ങനെ എങ്ങനെ ചെയ്യും മോളെ, ഒക്കെ സെറ്റ് ആവും. എൻ്റെ കുട്ടികളോട് ചോദിക്കേണ്ടി വരും. ഐ എം നോട്ട് വെരി ഷുവർ. ദിസ് ഈസ് ജസ്റ്റ് ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ്. ബട്ട് സീരിയസ്ലി ഇത് ഹാർട്ട് വാമിങ് കൺവെർസേഷൻ ആയി. കുറേ ഞാൻ വിചാരിച്ച പാരന്റിങ് ടെക്നീക്സ് അതൊക്കെ വെറും എന്താ തെറ്റൊന്നല്ല, അത് ശരിയാണ്, പക്ഷെ ശരിയാണെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷെ എനിവേസ് വേ യു ടോൾഡ് മീ ലൈക്ക് നമുക്ക് തെറ്റ് പറ്റിയാലും കുഴപ്പമില്ല. Like we can just correct it. There's always time to correct. Yes. Like parent എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പെഡസ്റ്റലിൽ നമ്മൾ നിർത്തുന്നതിന്റെ പ്രശ്നങ്ങളാണ്. The first sign to progress is accepting that there is a fault. നമ്മൾ ചെയ്തതിൽ തെറ്റുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. അതെ, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു 2 മതി. തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും, അതിന് കറക്റ്റ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. തെറ്റുകളിലൂടെയാണ് നമ്മൾ നല്ല പാരന്റ് ആവുന്നത്. Okay. Thank you so much, ma'am. Thank you so much for your time.